ഗിരി സാർ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അത് തുടക്ക കാലഘട്ടങ്ങളിൽ ആ കാര്യങ്ങൾ പറഞ്ഞു തരാൻ തൃപ്രയാറിലേക്ക് ഒരു ക്ലാസ് എടുക്കാൻ, ആദ്യമായിട്ടൊരു ക്ലാസ് എടുക്കാനായിട്ട് വന്ന വ്യക്തിയാണ് ഗിരി സാറ്. അദ്ദേഹത്തിന്റെ പാത പിന്തുടർന്നുകൊണ്ട് ജീവിതത്തിൽ എന്താ പറയാ ഇങ്ങനെ മുന്നോട്ട് പോയതാണ്. സ്റ്റാർ പേൾ എന്നുള്ളൊരു പൊസിഷൻ ഉണ്ടാവാനുള്ള ഒരു കാരണം. എന്റെ പേര് ഷൈൻ ബാബു എന്നാണ്. തൃപ്രയാറിൽ ആണ് വീട്. ബേസിക്കലി ഞാൻ ആയങ്കണ്ടിയൂർക്കാരനാണ്. സാധാരണ ഒരു ഓട്ടോ തൊഴിലാളിയായിരുന്നു. അതിന്റെ കൂടെ തന്നെ ഒരു കാർപ്പൻറ്ററിങ് വർക്കും പെയിന്റിങ് കോൺട്രാക്ടിങ്ങും പോളിടെക്നിക്കില് പഠിച്ചിട്ടുണ്ട്. ഞാൻ ജനറൽ മെക്കാനിക്കാണ്. അത് മഹാരാഷ്ട്രയിലായിരുന്നു. അതിനുശേഷമാണ് ഈ 2-3 അവിടെ വർക്ക് ശരിയില്ലാത്തത് കൊണ്ടാണ് ഇവിടെ നാട്ടിലേക്ക് വന്നത്. വീണ്ടും ഇവിടെ ഇത്തരം 2-3 കാര്യങ്ങളായിട്ട് പോകുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ ആർസിഎമ്മിനെ കയ്യിൽ കിട്ടിയത്. ആർസിഎമ്മിനെ കയ്യിൽ കിട്ടാനുള്ള പ്രധാന കാരണം മറ്റൊന്നുമല്ല, ഇരട്ട കുട്ടികളാണ് എനിക്ക്. 2 ആൺകുട്ടികൾ മാസം തികയാതെ പ്രസവിച്ചത് കൊണ്ട് അവർക്കുണ്ടായ രോഗാവസ്ഥകളെ ഒരു തരത്തിലും ഒരു മാസത്തിൽ 4 പ്രാവശ്യമെങ്കിലും ഡോക്ടറെ എത്തി കൊണ്ടുപോകേണ്ട ഘട്ടത്തിൽ നിൽക്കുന്ന സമയത്ത് ന്യൂട്രിചാർജ് കിഡ്സ് എന്ന മഹാ അത്ഭുത പ്രൊഡക്റ്റ് എന്നെ പരിചയപ്പെടുത്തി എന്റെ ലീഡർ സജീവ് കുമാർ സാറ്. അദ്ദേഹം പറഞ്ഞു അത് കൊടുത്തു നോക്കൂ, നല്ലതാണെന്ന് പറഞ്ഞപ്പോ അത് ഉപയോഗിച്ചതിന് ശേഷം ഇന്നൊരു ഏകദേശം ഒരു 6 വർഷങ്ങളായിട്ട് ഒരു ഡോക്ടറും ഇല്ലാതെ, ഒരു എന്താ പറയാ ഒരു മെഡിസിനും ഇല്ലാതെ, ഒരു ഹോസ്പിറ്റലും ഇല്ലാതെ സുഖമായിട്ട് ഇങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. വളരെ സന്തോഷത്തോടു കൂടി. ഇന്ന് നമുക്ക് പറയുന്നത് പോലെ തന്നെ ഇന്ന് ക്ലോസിംഗ് ഡേറ്റ് ആണ്. അതായത് ഒരു മാസത്തെ 1-ാം തീയതി മുതൽ 30-ാം തീയതിയോ അല്ലെങ്കിൽ 31-ാം തീയതിയോ വരെയുള്ള ബിസിനസ്സിനെ കറക്റ്റ് ചെയ്യുന്ന, അല്ലെ, അത് എന്താ പറയാ, അതിന് നമുക്ക് ഓരോരുത്തർക്കും ഗുണകരമാവുന്ന രീതിയിൽ പ്ലാൻ ചെയ്ത് വർക്ക് ചെയ്യേണ്ട ദിവസമാണ്. ഇന്ന് രാത്രി 12 മണിയോടുകൂടി ഇന്നത്തെ ഈ മാസത്തെ ബിസിനസ് ക്ലോസിംഗ് ആവുന്നു. അതിനുശേഷം അടുത്ത മാസത്തെ ബിസിനസ് പുനരാരംഭിക്കും. അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇന്ന് ബിസിനസ് ക്ലോസിംഗ് എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്ന ഏറ്റവും വലിയൊരു കാര്യം 77ാമത്തെ ബിസിനസ് ക്ലോസിംഗ് ആണ് ഞാൻ ഈ ദിവസം ഞാൻ ആഘോഷിക്കുന്നത്. 77ാമത്തെ. അതിൽ കുറെ തുടക്ക കാലഘട്ടങ്ങളിലൊന്നും ഞാൻ ആ ബിസിനസ് ക്ലോസിങ്ങിനെ കുറിച്ചിട്ടൊന്നും ഞാൻ വളരെ വ്യക്തമായിട്ട് നോക്കിയിരുന്നൊന്നുമില്ല. ബിസിനസിന്റെ ക്ലോസിംഗ് എന്താണെന്നൊന്നും നമുക്കറിയില്ല. എന്താണ് അത് ആ ദിവസം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊന്നും അറിയാത്ത രീതിയിൽ കുറച്ച് നാളുകൾ പോയി. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി ആ ബിസിനസിന്റെ ക്ലോസിങ്ങിന്റെ ടൈമിലൊക്കെ നമ്മൾ വളരെ വ്യക്തതയോടുകൂടി വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് വർക്ക് ചെയ്യണം, അല്ലെ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഒരു സാധാരണ ഒരു മനുഷ്യന്റെ റൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു റൊട്ടേഷൻ വെച്ച ഒരു റൊട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം രാത്രിയാകുമ്പോൾ ഉറങ്ങുന്നു, അല്ലെ? പിന്നെ പിറ്റേ ദിവസം കാലത്ത് എണീക്കുന്നു, ഫോൺ എടുക്കുന്നു, അല്ലെ? ഫോണിൽ കുറെ നേരം നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുന്നു. അതിനുശേഷം എന്താ ചെയ്യുക? നമ്മള് സ്കൂളിൽ പോകേണ്ട ആളുകൾ സ്കൂളിൽ പോകുന്നു. അതേപോലെ തന്നെ നമുക്ക് വർക്കിന് പോകേണ്ട ആളുകൾ വർക്കിന് പോകുന്നു. വീണ്ടും നമ്മൾ തിരിച്ചു വരുന്നു, ഫോൺ എടുക്കുന്നു, ഫോണിൽ ഒരുപാട് സമയം വീണ്ടും സ്പെൻഡ് ചെയ്യുന്നു. അതേപോലെ തന്നെ നമുക്ക് പിന്നീട് നമുക്ക് എന്ത് ചെയ്യുന്നു? ഫുഡ് കഴിക്കുന്നു, പിന്നെയും ഫോൺ എടുക്കുന്നു, പിന്നെ ഉറങ്ങുന്നു. ഇത് തന്നെയാണ് ഒരു റൊട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് രീതിയിലൂടെ. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 76% ഈ എനിക്ക് തോന്നുന്നു സംരംഭകരായിട്ടുള്ള ആളുകളുള്ളത്. വിജയിച്ച ചരിത്രം ലോകത്തിൽ വിജയിച്ചിട്ടുള്ളത് 76%. അതേപോലെ തന്നെ കുറച്ച് ശതമാനം മാത്രമല്ലോ, ഒരു 12% തോന്നുന്നു ഒരു നിക്ഷേപകരായിട്ടുള്ള ആളുകൾ. പിന്നെ കായിക മേഖലകളിലുള്ള ആളുകൾ എല്ലാവരും വിജയിച്ചു. ഒരു 100% അങ്ങനെ വിജയിച്ചപ്പോ യഥാർത്ഥത്തില് 0%, അതായത് ഒന്നുമില്ല, തൊഴില് ചെയ്യുന്ന തൊഴിലാളികൾ വിജയിച്ച സമ്പന്നരായിട്ടുള്ള ഒരു ചരിത്രവും കണ്ടിട്ടില്ല. തൊഴിലാളികൾ സമ്പന്നരായിട്ടുള്ളത്, അല്ലെ? അത് അത്രയും അത്രയും രീതികളിലേക്ക് സമ്പന്നതയിലേക്ക് കടന്നു വരണമെങ്കിൽ നമ്മൾക്ക് ചെറിയൊരു മാറ്റം നമുക്ക് വേണം, ഉണ്ടാക്കിയെടുക്കണം. ശരിക്കും അത് ടുഡേ എന്ന് പറയുമ്പോൾ ദിസ് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി ഡു വർക്ക് ബെറ്റർ ദാൻ യെസ്റ്റർഡേ. ഇന്നലത്തേക്കാളിനേക്കാളും ഇന്ന് കുറച്ചും കൂടിയും ബെറ്റർ ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന സമയത്ത് മാത്രമേ നമുക്ക് വിജയിച്ച് കയറാൻ പറ്റുള്ളൂ,
അല്ലെങ്കിൽ ഇന്നും നാളെയും മറ്റന്നാളും എങ്ങും ഒരേപോലത്തെ ഒരു രീതിയോടെ പോയി കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാനായിട്ട് പറ്റില്ല എന്നർത്ഥം. ഇത് എനിക്ക് യഥാർത്ഥത്തില് തുടക്കത്തിലെ തന്നെ ആദ്യമേ തന്നെ ഒരു കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അതിന്റെ പരിപൂർണമായിട്ടുള്ള ഒരു പരിസമാപ്തിയിലേക്ക് എത്തിക്കുന്ന ഒരു രീതി എനിക്ക് ആദ്യമേ ഉണ്ടായിരുന്നു. പക്ഷെ കിട്ടിയ അവസരങ്ങളൊക്കെ എന്താണ് വിജയിക്കാൻ പറ്റുന്നതാണെന്ന ഒരു വിശ്വാസത്തോടു കൂടി ഞാൻ അതിനെ കൊണ്ടുപോയി, മുന്നോട്ട് കൊണ്ടുപോയി. എല്ലാ കാര്യങ്ങളും ഇപ്പൊ എനിക്ക് കിട്ടിയ ഇപ്പൊ വണ്ടി ഉണ്ട്, ഓട്ടോ ഉണ്ടായിരുന്നു. എന്റെ വിശ്വാസം അതെന്റെ ജീവിതത്തിൽ എല്ലാ സക്സസുകൾ ഉണ്ടാക്കി തരും. എനിക്ക് കിട്ടിയ പെയിന്റിങ്, കോൺട്രാക്ടിങ് എന്റെ ജീവിതത്തിൽ എല്ലാ സക്സസുകളും ഉണ്ടാക്കി തരും അല്ലെ. അതേപോലെ തന്നെ നമ്മുടെ കാർപ്പൻറ്റർ വർക്ക് എന്ന് പറയുമ്പോൾ അത് എന്റെ ജീവിതത്തിൽ എല്ലാ സക്സസുകളും ഉണ്ടാക്കി. പക്ഷെ RCMന്റെ ഒരു ക്ലാസ് കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവസരങ്ങൾ നമുക്ക് പലതും ഉണ്ട്. ഇപ്പൊ ഇതിലിരിക്കുന്ന പല ആൾക്കാരും വിവിധ ജോലികൾ ചെയ്യുന്ന ആളുകളുണ്ട്. ആ ജോലികൾ ചെയ്യുന്ന ആളുകൾക്ക് മുഴുവനും സക്സസ് ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ല, അറിയില്ല. കാരണം ഒരവസരം, അത് ഏത് അവസരമാണ്, ആ അവസരത്തിലൂടെ വിജയിച്ച് കയറാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. പക്ഷെ RCM എന്നൊരു അവസരത്തെ കയ്യിൽ കിട്ടിയ ഒരു സമയത്ത് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് കിട്ടിയത് കുറെ ആരോഗ്യ ഗുണങ്ങളാണ്. ആദ്യമായിട്ട് എനിക്ക് കിട്ടിയ വരുമാനം എന്ന് പറഞ്ഞാൽ 56 രൂപയാണ് എനിക്ക് ആദ്യം കിട്ടിയത്. ഒരു സാധാരണ കുടുംബത്തില് ഒരു 56 രൂപ കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അതിനു മുമ്പ് ഞാൻ ചെയ്തിരുന്നത് ഒരു ഓട്ടോ ഓടിച്ചിരുന്നതാണ്. ഓട്ടോ ഓടിച്ചിരുന്ന സമയത്ത് ഏകദേശം 10-25,000 രൂപ ഞാൻ സേവ് ചെയ്ത് വെച്ചിരുന്നു. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ അത് 20,000 രൂപയായി. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അത് 15,000 രൂപയായി. അത് കഴിഞ്ഞപ്പോ പിന്നെ 10,000 5,000 പോലും കിട്ടാത്ത അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയത്താണ് കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ന്യൂട്രിചാർജ് കിഡ്സിലൂടെ RCM എന്ന പ്രസ്ഥാനത്തെ മനസ്സിലാക്കി നിർബന്ധത്തിന് വഴങ്ങിയിട്ട് 2 ദിവസത്തെ ഒരു പ്രോഗ്രാമിനെ കറുകുറ്റി എറണാകുളത്തേക്ക് ഡോക്ടർ രാജൻ സാറിന്റെയും ഗിരീഷ് സാറിന്റെയും ഒരു പ്രോഗ്രാമിന് വേണ്ടി എന്നെ നിർബന്ധിച്ച് എന്റെ ലീഡർ എന്നെ കൈപിടിച്ച് ഉയർത്തിയ എന്റെ ലീഡർ ഒരു ക്ലാസ്സിൽ കൊണ്ടുപോകുന്ന സമയത്ത് എനിക്ക് ഇഷ്ടമൊന്നുമില്ല. ആർക്കും ഒരു പ്രോഗ്രാം എന്ന് പറയുമ്പോൾ എന്താണ് ഇഷ്ടമുണ്ടോ? ആർക്കും ഇഷ്ടപ്പെടില്ല. ഒരാള് ഒരു തൊഴിലിന്റെ ഇടയിൽ നിന്ന് ഒരു പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് ആർക്കും ഇഷ്ടപ്പെടുക? ആശാരിപ്പണി ചെയ്യുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ സാധാരണ ജോലി ചെയ്യുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ പല സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആളുകളുടെ ഒരു സമയത്തെ അപഹരിച്ചുകൊണ്ട് ഒരു പ്രോഗ്രാമിന് പോകുന്നു. ഒരു മീറ്റിംഗ്, ഒരു നിസ്സാരമായിട്ട് തള്ളുന്നു ഒരു മീറ്റിങ്ങിന്. പക്ഷെ ആ മീറ്റിങ്ങിന് പോയ സമയത്ത് നിർബന്ധിച്ച് കൊണ്ടുപോയി ഉച്ചയ്ക്ക് വരാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. പക്ഷെ ആ പ്രോഗ്രാം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി യഥാർത്ഥത്തില് എനിക്ക് കിട്ടിയ അവസരത്തെ ഒരിക്കലും ജീവിതത്തിൽ ഒരു എന്തുണ്ടാക്കാൻ പറ്റില്ല, ജീവിതത്തിൽ സക്സസ് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് പ്രോപ്പർട്ടി വേണോ? പ്രോപ്പർട്ടി വേണമെന്നുണ്ടെങ്കിൽ എന്താണ്? ടേക്ക് റിസ്ക് എടുക്കാൻ തയ്യാറാവണം. ഇവിടെ റിസ്ക് എടുക്കുന്നുണ്ട്, ഒരുപാട് റിസ്ക് എടുക്കുന്നുണ്ട്. എന്നിട്ട് എന്താണ് റിസ്ക് എടുത്തിട്ട് എന്താ ഗുണങ്ങൾ ഉണ്ടാവാൻ പോണത്? ഒരു റിസ്കിനൊരു ഗുണമില്ല. ഈ റിസ്ക് എടുക്കുമ്പോൾ ടേക്ക് റിസ്ക്. എന്തിനാ? പ്രോപ്പർട്ടി ഉണ്ടാവണമെങ്കിൽ റിസ്ക് എടുക്കണം അല്ലെ. അതേപോലെ തന്നെ നോളജ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? റീഡ് ദ ബുക്സ്. എന്താണ്? ബുക്കുകൾ വായിക്കണം. ബുക്കുകൾ വായിക്കാതെ നമുക്ക് എന്ത് നോളജ് ഉണ്ടാവാനാ അല്ലെ? ഉണ്ടാവാൻ പറ്റില്ല. അതേപോലെ തന്നെ പീസ്, സമാധാനം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ വാക്കിംഗ് നേച്ചറിലേക്ക് നടക്കണം പതുക്കെ. അതേപോലെ തന്നെ ഗുഡ് ലൈഫ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ വർക്ക്, ഹാർഡായിട്ടുള്ള വർക്ക് ചെയ്യണം. അതേപോലെ തന്നെ ഹെൽത്ത്, ബോഡി, നല്ല ബോഡി ഹെൽത്ത് ഉണ്ടാവണമെന്നുണ്ടെങ്കിലോ ഡു എക്സസൈസ്, വ്യായാമം ചെയ്യണം. ഇതൊന്നും ചെയ്യാതെ നമുക്കൊരു നല്ല ലെവലിലേക്ക് പോകാൻ, വ്യായാമം ചെയ്ത് നല്ല ബോഡി കിട്ടും, നല്ല ശരീരം ഉണ്ടാക്കിയെടുക്കാം. വർക്ക് ഹാർഡ് ചെയ്ത് കഴിഞ്ഞാലോ അത് ഏത് അവസരത്തിലാണ് നമ്മൾ ആ വർക്ക് ഹാർഡ് ചെയ്യുന്നത് എന്ന് നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു ഒരു മനസ്സിലാക്കാനായിട്ടുള്ളൊരു സംവിധാനം, ഒരു രീതി ഉണ്ടാക്കി തന്നത്, ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കിയത്, ഒരു തിരിച്ചറിവ് ഉണ്ടാക്കി തന്നതാണ് RCMന്റെ അന്നത്തെ ഒരു ക്ലാസ്. ഞാൻ തിരിച്ച് ആ കറുകുറ്റിയിലത്തെ ക്ലാസ് കേട്ട് തിരിച്ചു പോരുന്ന സമയത്ത് ഞാനൊരു നല്ലൊരു തീരുമാനം എടുത്തു. അതുവരെ എനിക്കൊരു കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഒന്നും ഉണ്ടായിരുന്നില്ല, ആളുകളുമായിട്ട് വലിയ അടുപ്പോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് ആ തീരുമാനം എടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഏകദേശം തൃപ്രയാറിൽ ഒരു 10,000-ലധികം ആളുകൾ ഇന്ന് എന്റെ ടീമിലുണ്ട്. അതിൽ ഏകദേശം 10,000-3,000-ലധികം ആളുകൾ സാധനങ്ങൾ മേടിച്ച് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. എന്നാലോചിച്ച് നോക്ക്, അത്രയും വലിയ ഒരു ശൃംഖലയിലേക്ക് എല്ലാ ആളുകളും വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവക്കാരാണ്. പക്ഷെ അവരൊക്കെ നിയന്ത്രിച്ചു കൊണ്ടുപോവാൻ, അവരൊക്കെ എത്തരത്തിലുള്ള സ്വഭാവക്കാരായിക്കോട്ടെ, പക്ഷെ അവരൊക്കെ നിയന്ത്രിച്ചു കൊണ്ടുപോവാൻ എനിക്കൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഞാൻ തന്നെ സ്വയം ഓരോ ക്ലാസ്സുകളിലൂടെയും ഞാൻ വളർത്തിയെടുത്തു. ഒരു ഗ്ലാസ് വെള്ളം, ഒരു ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഗ്ലാസിന്റെ രൂപത്തിലായി മാറുന്നു. ഒരു ജഗ്ഗിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ജഗ്ഗിന്റെ രൂപത്തിലായിട്ട് മാറുന്നു. അങ്ങനെ ഞാൻ എന്റെ സ്വഭാവത്തെ എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന
ഒരു രീതിയിലേക്ക് മാറിയപ്പോഴാണ് യഥാർത്ഥത്തിൽ എനിക്ക് RCMയുടെ പതുക്കെ പതുക്കെ എല്ലാവരും എന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക്, അല്ലാതെ എന്റെ സ്വഭാവം ഇങ്ങനെയാണ്, ഞാൻ എല്ലാവരും എന്നെ സഹിക്കണം എന്ന് പറഞ്ഞ രീതിയിലേക്ക് മാറാതെ ഞാൻ ഓരോരുത്തരുടെ സ്വഭാവത്തിലേക്കും അവരുടേതായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ മനസ്സിലാക്കാനും ഒക്കെ ഞാൻ നിന്നുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടായി. ഒരു സെയിൽസ്മാനെ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. RCM ബിസിനസ് ആണ്, RCMയുടെ പ്രൊഡക്റ്റുകൾ നമ്മൾ സെയിൽ ചെയ്യണം. അപ്പൊ നമുക്ക് കമ്മ്യൂണിക്കേഷന്റെ സ്കിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ബി ആൻ എക്സ്പേർട്ട് ആയിരിക്കണം. കാണുന്നവന് തോന്നണം നമുക്കൊരു നല്ലൊരു എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, നല്ലൊരു വ്യക്തിയാണ്, ഇദ്ദേഹത്തിന്റെ കാര്യങ്ങൾ കേൾക്കാം. അങ്ങനെ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ കേൾക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? കണ്ടിന്യൂസ് ലേണിംഗ് സ്കില്ല് ഉണ്ടായിരിക്കണം. നമ്മൾ അതിനെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കണം. ആ പഠിച്ച കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള ഒരു കഴിവ്, ഏതൊരു കൊച്ചു കുട്ടിക്ക് പോലും പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കഴിവ് പതുക്കെ പതുക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു. അതുപോലെ തന്നെ ഒരു ടീം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ടീമിന്റെ ലീഡറായിട്ട് മാറുകയല്ല ചെയ്യേണ്ടത്. ടീമിന്റെ കൂടെ കളിക്കണം, അവരെ കൂടെ നിൽക്കണം. ഞാൻ ചെയ്ത ഏറ്റവും വലിയൊരു കാര്യമാണ് എന്ത്, എന്റെ ടീമിന്റെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടായിരുന്നു. അവർക്ക് ഇവിടെ രാജസ്ഥാനിൽ പോകണോ, ഞാൻ അവരെ കൂടെയുണ്ട്. അവർക്ക് ഇവിടെ കോഴിക്കോട് പോകണോ, അവരെ കൂടെയുണ്ട്. ഗോവയിലേക്ക് പോകണോ, ഗോവയിലേക്ക് പോകാൻ ഞാനുണ്ട്. കോട്ടയത്ത് പോകണോ, ഞാനുണ്ട്. നമ്മുടെ ഗിരീഷ് സാർ ഇന്ന് തന്നെ ഇൻവൈറ്റ് ചെയ്ത നമ്മുടെ ഗ്രേറ്റ് ലീഡർ മെന്റർ ഗിരീഷ് സാറിന്റെ ഒരു ക്ലാസ് നമുക്ക് ഇവിടെ നാട്ടിൽ കിട്ടാത്തതല്ല, ഇവിടെ എല്ലാവർക്കും കിട്ടുന്നതാ. പക്ഷെ അങ്ങ് നമ്മുടെ എവിടെയാണ്, നമ്മുടെ കർണാടകയില് ഒരു പ്രോഗ്രാം വന്നപ്പോ അവിടേക്ക് പോയിട്ട് ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് പോയിട്ട് അത് നമ്മുടെ ടീം ഉണ്ടായിരുന്നു അവിടെ, അവരെ കൂടെ പോയിട്ട് അറ്റൻഡ് ചെയ്തു. അപ്പൊ നമ്മൾ എല്ലാവർക്കും വിജയത്തിനായിട്ടുള്ള ഒരു ശ്രമം, അതായത് നമ്മുടെ വിജയം മാത്രമല്ല, നമ്മുടെ വിജയം നമ്മൾ എന്തായാലും വിജയിക്കും, ഉറച്ച തീരുമാനമാണ് വിജയിക്കും. അത് സ്കൂളുകളിൽ നമ്മളെ പഠിപ്പിക്കാത്തൊരു കാര്യങ്ങളാണ് ഇതൊക്കെ. സ്കൂളിൽ എന്നിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത് തീരെ ഈ കാര്യങ്ങൾ, ഞാൻ പറയുന്ന ഒരു 10 കാര്യങ്ങൾ നമ്മുടെ സ്കൂളിൽ പഠിപ്പിക്കാറില്ല. എന്താണ്? എങ്ങനെ ചിന്തിക്കണം നമ്മൾ പഠിപ്പിക്കാറില്ല. അതുപോലെ തന്നെ പരാജയത്തെ എങ്ങനെ നേരിടണം അത് നമ്മൾ പഠിക്കാറില്ല. അതുപോലെ തന്നെ മാനസികമായിട്ട് എങ്ങനെ ശക്തനാവണം നമ്മൾ അത് പഠിക്കാറില്ല. അതുപോലെ തന്നെ പണം എങ്ങനെ കൈകാര്യം ചെയ്യണം അത് നമ്മൾ കൂടുതൽ പഠിപ്പിക്കാറില്ല. എങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം, എങ്ങനെ സമയത്തെ കൈകാര്യം ചെയ്യണം, ടൈം മാനേജ്മെന്റ് എങ്ങനെയാണ്, അതേപോലെ തന്നെ എങ്ങനെ റിസ്ക് എടുക്കണം, അതുപോലെ തന്നെ ആളുകളുമായിട്ട് എങ്ങനെ ഇടപെടണം, എങ്ങനെ ഒരു ബിസിനസ് ചെയ്യണം, എങ്ങനെ ഒരു തൊഴിലാളി ആവാതെ ഒരു മുതലാളി ആവണം. ഇതൊന്നും നമുക്ക് കൂടുതൽ അറിവുള്ള കാര്യങ്ങളല്ല. തൊഴിൽ കിട്ടുന്ന സമയത്ത് എന്റെ ജീവിതത്തിന്റെ എല്ലാ സക്സസുകളും ഉണ്ടാക്കുന്ന ഒരു ജോലിയാണ് എനിക്ക് കിട്ടിയെന്ന ഒരു ഒരു രീതിയോട് കൂടിയിട്ടാണ് പോണത്. അവര് വിചാരിക്കുന്നു ഈ തൊഴിൽ കൊണ്ട് എന്റെ ജീവിതത്തിൽ എല്ലാ സക്സസുകളും ഉണ്ടാക്കാൻ പറ്റും, എനിക്ക് പ്രോപ്പർട്ടി ഉണ്ടാക്കാൻ പറ്റും, എനിക്ക് ന്യൂ കാറ് മേടിക്കാം, എനിക്ക് നല്ല ബാങ്ക് ബാലൻസ് ഉണ്ടാക്കാം, എന്റെ കുട്ടികളെ നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകളാക്കി മാറ്റാം, അങ്ങനെ നമുക്ക് വേണ്ടതായിട്ടുള്ള ഗുഡ് ഹെൽത്ത്, അതേപോലെ തന്നെ ഓൺ ബിസിനസ് ആയിട്ട് ചെയ്യാം, കുറെ ആളുകളായിട്ട് സംസാരിക്കാം, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഉണ്ടാക്കിയെടുക്കാം, സ്വീറ്റ് ഹോം ഉണ്ടാക്കിയെടുക്കാം, സ്പെൻഡിങ് വിത്ത് ടൈം ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യാം, എൻജോയ് ഹോബീസ്, ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഈ സാധാരണ ജോലി കൊണ്ട് ചെയ്യാൻ പറ്റുന്ന. നമ്മൾ അറിയാതെ ഒരു തിരിച്ചറിവില്ല, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകുന്നത് കൊണ്ട് എന്താ സംഭവിക്കണം? ആ ജീവിതത്തിൽ ഒരു സക്സസ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ആളുകൾ എന്ത് ചെയ്യുന്നു? പണം ഉണ്ടാക്കാനായിട്ട് ആരോഗ്യം ത്യജിക്കുന്നു, എന്നിട്ട് പിന്നെ തുടർന്ന് ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടി പണം കുറെ ത്യജിക്കുന്നു. ഭാവിയെ കുറിച്ചുള്ള ആശങ്ക മൂലം എന്ത് സംഭവിക്കുന്നു? ജീവിതം ആസ്വദിക്കുന്നുമില്ല. ഒരിക്കലും മരിക്കില്ല എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ എന്താവുന്നു? ജീവിക്കുന്നു, എന്നിട്ടും ഒരിക്കലും ജീവിക്കാതെ മരിച്ചു പോകുന്നു. സത്യത്തിൽ ഏകദേശം ഒരു 39ാമത്തെ വയസ്സിലാണ് സർ സുരേന്ദ്രനാഥ് സർ എനിക്ക് ഇങ്ങനത്തെ ഒരു ഞാൻ വിളിച്ചത് ഒരു ലൈക്ക് കണ്ടപ്പോ ഞാൻ വിളിച്ചതാണ്. ഞാനൊരു സാധാരണക്കാരനാണ്, സാധാരണ ഒരു ഓട്ടോ ഓടിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്റെ ജീവിതത്തിൽ ആ ഓട്ടോറിക്ഷ എന്റെ ജീവിതത്തിൽ എല്ലാ സക്സസുകളും ഉണ്ടാക്കി തരുമെന്ന് വിചാരിച്ചിട്ടോ, ഒരു കാർപ്പന്റർ വർക്ക് ചെയ്തുകൊണ്ട് ആ ജീവിതത്തിൽ സക്സസ് ഉണ്ടാക്കി കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ പോയിരുന്നത്. പക്ഷെ എന്തോ ജീവിതത്തിൽ ആരൊക്കെയോ ചെയ്ത ഒരു പുണ്യം ഇന്ന് ഈ വേഷത്തിൽ ഇവിടെ ഇരിക്കാൻ എന്നെ കാരണക്കാരനാക്കിയതും, ഒരുപാട് ജനങ്ങൾക്ക് ആരോഗ്യം പറഞ്ഞു കൊടുക്കാനും അതേപോലെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റിന്റെ മേന്മകള്, ന്യൂട്രൽ ചാർജിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാനും എത്രയോ ആളുകൾക്ക് ആ ആരോഗ്യത്തിന്റെ ഗുണങ്ങൾ കിട്ടി, എത്രയോ ആളുകളുടെ രോഗാവസ്ഥകൾ മാറി. അന്ന് ആ കറുകുറ്റിയില് ഗ്രേറ്റ് ലീഡർ സജീവ് സാർ നിർബന്ധിച്ച് കൊണ്ടുപോയിട്ട്
ആ തിരിച്ചു വരുമ്പോ ബസ്സിന്റെ മൂലയിൽ എടുത്ത ഒരു തീരുമാനം. ഞാൻ പറയുന്നു, നമ്മളെല്ലാവരും ഒരു ഉറച്ച തീരുമാനം എടുക്കുന്നു. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൊണ്ടൊന്നും നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യത്തിന്റെ ഒരു ഗുണങ്ങളും കിട്ടില്ല എന്ന തിരിച്ചറിവും, നമ്മൾ ചെയ്യുന്ന ജോലി കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സക്സസ് ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ള തിരിച്ചറിവും കിട്ടിയാൽ നമുക്ക് രക്ഷപ്പെട്ടു. പക്ഷെ RCM നമുക്ക് ഇതിലെല്ലാം നമുക്ക് തരും. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എല്ലാ സക്സസുകളും ഉണ്ടാക്കി തരാൻ എന്തിന് സാധിക്കും? RCM എന്ന മഹാപ്രസ്ഥാനം സാധിക്കും എന്നുള്ള ഒരുപാട് ക്ലാസ്സുകൾ, ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് ലീഡേഴ്സ് അവരെ കണ്ടുമുട്ടി അവരുടെ ജീവിത രീതികൾ ഞാനൊന്ന് ചെക്ക് ചെയ്തപ്പോ സത്യത്തില് അവരൊക്കെ വളർന്നു കയറിക്കൊണ്ടിരിക്കുക, ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെ? എല്ലാവരും അല്ലെ ജയശ്രീ മേഡം, ശരിയല്ലേ? അതാണ്, എല്ലാവരും വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. RCMൽ പല ആളുകളും മാറി നിൽക്കുന്ന ആളുകളുണ്ട്, വിട്ടു നിൽക്കുകയാണ്, മാറി നിൽക്കുകയാണ്. ഇത് സത്യാവസ്ഥ. ഈ ഒരു സത്യാവസ്ഥ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കും. അല്ലെ? ഇന്ന് ഞാൻ RCM ഏറ്റെടുത്തില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ തൃപ്രയാർ അമ്പലത്തിന്റെ നടയില് ഒരു ഓട്ടോക്കാരനായിട്ട് ഞാൻ ഇങ്ങനെ പോവുമായി. പക്ഷെ എന്നെ ആദ്യമായിട്ട് സജീവ് കുമാർ സാറ് പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാല്, അന്ന് ആദ്യമായിട്ടൊരു ക്ലാസ് എടുക്കാൻ വേണ്ടി നമ്മുടെ ഗിരീഷ് സാറ് എന്റെ നാട്ടിലേക്ക് വന്നു, തൃപ്രയാറിലേക്ക് വന്നു, വേങ്ങണ്ടിയൂരിലേക്ക് വന്നു. അവിടെയൊക്കെ വന്ന് ക്ലാസ് എടുത്തു തരാനായിട്ട് ഗിരീഷ് സാർ ഉണ്ടായിരുന്നു മുൻപന്തിയില്. ഗിരീഷ് സാറൊക്കെ അന്ന് പറഞ്ഞ കേട്ടോ, ഒരു പട്ടാളക്കാരനെ ഞാൻ നേരിട്ട് തൊട്ടടുത്ത് വെച്ചിട്ട് ഒരു പട്ടാളക്കാരനെ ആദ്യമായിട്ടൊക്കെ. ഇങ്ങനെയുള്ളൊരു വ്യക്തികളൊക്കെ RCM ഏറ്റെടുക്കുമ്പോ നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് RCM ഏറ്റെടുക്കുന്നതുകൊണ്ട് എന്താണ് ഇത്ര ബുദ്ധിമുട്ടുള്ളത്? അല്ലേ? ഒരു വിഷമവും കൂടാതെ ഞാൻ ഏറ്റെടുത്ത ഒരു ദൗത്യം, ഞാൻ അത് എന്താണ് ഉറപ്പിച്ച് നല്ലൊരു തീരുമാനത്തോട് കൂടിയിട്ട് ഞാൻ അത് ഏറ്റെടുത്തു. പിന്നെ അതിൽ വരുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും അതൊക്കെ വരും, വരാതിരിക്കോ? ജീവിതമാകുമ്പോ എല്ലാ പ്രശ്നങ്ങളും വരും. ആ പ്രശ്നങ്ങളെ തരണം ചെയ്യാനും കൂടി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. സജി സാർ പറഞ്ഞു പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കണം, ധാരാളമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കണം. ഞാൻ ആദ്യമായിട്ട് വന്ന സമയത്ത് കുറച്ച് പ്രൊഡക്റ്റ് മാത്രമേ മേടിച്ചുള്ളൂ. ഞാൻ എന്ത് ചെയ്തു? കുറെ പ്രൊഡക്റ്റുകൾ മേടിച്ചു, വീട്ടിൽ ഉപയോഗിച്ചു. ഞാൻ മെന്റാവിറ്റ് ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ പതുക്കെ സജി സാറിൽ നിന്ന് മനസ്സിലാക്കി. ഗിരീഷ് സാർ അന്ന് കൊമ്പി ഞാമയ്ക്കുള്ള ഒരു പ്രോഗ്രാം എല്ലാ മാസത്തിന്റെ തുടക്കത്തിൽ 1-ാം തീയതി തരും. ആ 1-ാം തീയതി ഉള്ള ഒരു പ്രോഗ്രാമിൽ സാറ് പറഞ്ഞു, കുറച്ചും കൂടി പ്രൊഡക്റ്റുകൾ കൂട്ടി കൂടുതലായിട്ട് എടുക്കൂ സാർ. 1000 പ്രൊഡക്റ്റ്, 1000 രൂപയ്ക്കുള്ള പ്രൊഡക്റ്റോ 2000 രൂപയ്ക്കുള്ള പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ വീട്ടിലേക്ക് ഉപയോഗിച്ച് തീരും. പക്ഷെ കുറച്ചുകൂടി പ്രൊഡക്റ്റുകൾ എടുക്കുകയാണെങ്കിൽ അത് വീട്ടിലേക്ക് വന്നതിന് ശേഷം ബാക്കി വരുന്ന പ്രൊഡക്റ്റുകളെ ഒരു 4 വീട്ടിലേക്ക് സാറിന് എത്തിക്കാലോ. ശരി സാർ, ഞാൻ എത്തിക്കാം, കുഴപ്പമില്ല. അപ്പൊ ആ സമയത്താണ് ഒരു 25,000 PVയുടെ ഒക്കെ കാര്യം പറഞ്ഞത്. 12 മാസം അടുപ്പിച്ച് ഞാൻ ചെയ്തു. ആ 25,000 PV. അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം, കൂടുതൽ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു 2000-3000 PVയുടെ ഉൽപ്പന്നങ്ങൾ വീട്ടിൽ ഉപയോഗിച്ചതിന് ശേഷം 10-23,000 PV ഒക്കെ എന്റെ വീട്ടിൽ വന്നിട്ട് ഓരോ അലമാരകളും നമ്മുടെ കട്ടിൽമലും നമ്മുടെ ഷോക്കേസിലും ഒക്കെ നിറച്ചു വെച്ച് കഴിഞ്ഞു. പതുക്കെ വീട്ടിലേക്ക് വന്ന് കയറുന്ന സമയത്ത് മനസ്സിനൊരു സ്വസ്ഥതയില്ല, സമാധാനമില്ല. ഇത്രയധികം പ്രൊഡക്റ്റ് ഇരിക്കുമ്പോ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിട്ടുള്ള ഒരു ആശങ്ക കൊണ്ട് പതുക്കെ വണ്ടിയുമായിട്ട് ഇറങ്ങി തിരിച്ചു ഒരു ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കി ആളുകളിൽ നിന്ന് ആളുകളിലേക്ക് ഇങ്ങനെ ഇറങ്ങി തിരിച്ചു. ഞാനൊരു തീരുമാനം എടുത്തിരുന്നു ആദ്യമേ തന്നെ, ഉറച്ച തീരുമാനം. RCMലൂടെ ഇപ്പൊ ഗിരീഷ് സാർ പറഞ്ഞതുപോലെ RCMലൂടെ ഒരുപാട് ആളുകളെ ഞാൻ കണ്ടുമുട്ടി, ഒരുപാട് വിജയിച്ച ആളുകളെ കണ്ടുമുട്ടി. അതിനുശേഷം സുരേന്ദ്രഭട്ട് സാറിന്റെ പ്രോഗ്രാമിന് പോയി. അതിനുശേഷം നമ്മുടെ എന്താണ് 50 ലക്ഷം രൂപ വരുമാനം മേടിക്കുന്ന OP ശർമ്മ, അദ്ദേഹത്തിന്റെ ക്ലാസ്സിന് പോയി. അതേപോലെ തന്നെ ഒട്ടനവധി നമ്മുടെ അവിടുത്തെ സ്റ്റാർ റൂബി അച്ചീവർ സുജി സാറ്, അതേപോലെ തന്നെ റൂബി അച്ചീവർ ആയിട്ടുള്ള നമ്മുടെ ബിനു സാറ്, അതേപോലെ തന്നെ ഹേമന്ത് സാറ്, അങ്ങനെയുള്ള ഒരുപാട് രഞ്ജിത്ത് സാറ്, ഒരുപാട് ഹേമന്ത് സാറിന്റെ ഒക്കെ പ്രോഗ്രാമുകളൊക്കെ ചാലക്കുടിയിൽ വന്നിട്ട് തകർത്ത് ആ ഒരു 3Dനെ കുറിച്ചിട്ടൊക്കെ പറയുന്ന സമയത്ത് ഞാൻ ശരി തന്നെയാണ്, നമുക്കും ചെയ്യാൻ പറ്റും. മൂർത്തി സാർ വന്നു, മൂർത്തി സാറിന്റെ ക്ലാസ്സുകൾ കേട്ടു. അതേപോലെ തന്നെ ഒരുപാട് ലീഡേഴ്സിന്റെ ക്ലാസ്സുകൾ ഇങ്ങനെ ഞാൻ നിരന്തരം പോകാൻ തുടങ്ങി. നിരന്തരം എനിക്ക് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി, അത് പഠിക്കണം, അതിന്റെ ഒരു ലേണിംഗ് സ്കില്ല്, അതിന്റെ ഒരു എന്താണ് സംഭവിക്കുന്നത്, അതിൽ വിജയിച്ച ആളുകളുണ്ടോ, ഇതൊക്കെ പഠിക്കാൻ ഞാൻ തയ്യാറായി എന്നുള്ളതാണ്. അതിനുശേഷം ഓരോ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്ത് ഈ ക്ലാസ്സുകൾ ഇപ്പൊ അന്ന് 25,000 ചെയ്യുന്ന സമയത്ത് ഗിരീഷ് സാർ വിളിച്ചു പറഞ്ഞു, സാറേ ഇന്നൊരു പ്രോഗ്രാം ഉണ്ട്, അവിടേക്ക് വരണം.
ഞാൻ പറഞ്ഞു സാറേ ഈ പ്രൊഡക്റ്റുകളൊക്കെ നിറച്ചിരിക്കുന്ന സമയത്ത് എങ്ങനെ സാറേ അവിടേക്ക് വരിക എന്ന് ചോദിച്ചപ്പോ സാറ് പറഞ്ഞൊരു കാര്യം, ഷൈൻ സാറേ, അത് കൂടുതൽ നമ്മൾ അതിനെക്കുറിച്ച് അറിവാണ് വേണ്ടത്. 100 വീടുകളിൽ പോയിട്ട് ഇങ്ങനെ ബബ്ബ വെച്ചിട്ട് പ്രൊഡക്റ്റ് കൊടുക്കണേട്ടി നല്ലത് കുറച്ച് അറിവുണ്ടെങ്കിൽ ആ 100 വീട്ടിൽ കൊടുത്ത പ്രൊഡക്റ്റ് ഒരു 10 വീട്ടിലേക്ക് കൊടുത്ത് തീർക്കാൻ സാറിന് പറ്റും. അപ്പോഴാണ് എനിക്കത് ക്ലിക്ക് ആയത്. കുറച്ച് അറിവുകൾ നമുക്ക് വേണം എന്നുള്ളത്. ആ പ്രൊഡക്റ്റിനെ കുറിച്ചും സിസ്റ്റത്തെ കുറിച്ചും അതേപോലെ തന്നെ നമ്മുടെ ലീഡേഴ്സിനെ കുറിച്ചും ആ കമ്പനിയെ കുറിച്ചിട്ടൊക്കെ പഠിക്കാനായിട്ട് തയ്യാറായി. ഇന്ന് എൻ്റെ ഒരു പുസ്തകത്തിലൊക്കെ ഫുള്ള് ക്ലാസ്സുകൾ കൊടുക്കാൻ വേണ്ടി ഞാൻ എഴുതി വെച്ചിരിക്കുക. ഓരോ സ്ഥലത്തും ട്രെയിനിങ്ങുകളായാലും മറ്റുള്ള കാര്യങ്ങളോ എഴുതി വെച്ചിരിക്കുന്നു. ആ സമയത്ത് തുടക്ക സമയത്ത് സജീവ് സാർ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാറ് പറഞ്ഞു ഇങ്ങനെ ഒരു 10 പേരെ ലിസ്റ്റ് ഇടും സാറ്. ലിസ്റ്റ് ഇട്ടതിന് ശേഷം പതുക്കെ അദ്ദേഹം എൻ്റെ അടുത്തേക്ക് വരുന്നു, ആ ആളുകളെ കാണാനായിട്ട് പോകുന്നു. തുടക്കത്തിൽ ആളുകളെ കാണാനായിട്ട് പോകുമ്പോ എന്താ സംഭവിക്കുക, എനിക്കൊന്നും പറയാൻ അറിയില്ല. ഇപ്പൊ പലരും RCM ബിസിനസ് ചെയ്യാതിരിക്കുന്നതിന്റെ കാരണം എനിക്കൊന്നും പറയാൻ അറിയില്ല എന്നുള്ള ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നു. ഈ ഒരു ബിസിനസ്സിൽ അല്ലെ, ഈ ഒരു ബിസിനസ്സിൽ നമുക്ക് എല്ലാ തരത്തിലുള്ള സക്സസുകളും, ഈവൻ നമ്മുടെ ഹെൽത്ത് പോലും റെഡിയാക്കി തരാവുന്ന ഒരു ബിസിനസ് അല്ലെ, ഏകദേശം കമ്പനിയുടെ 45% പോലും നമുക്ക് തന്നെ തിരിച്ചു തരുന്ന ഒരു കമ്പനിയിൽ നമ്മൾ വന്നിട്ട് അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യാതെ വെറുതെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പോക്ക് പോകുന്ന പോലത്തെ ഒരു രീതിയിലൂടെ ജീവിതത്തെ തള്ളിവിടാതെ നമുക്കും ജീവിതത്തിൽ ഒരു സക്സസ് ഉണ്ടാവണം, നമുക്ക് ജീവിതത്തിൽ ഒരു എന്താ പറയാ പ്രോപ്പർട്ടി ഉണ്ടാവണം, നമുക്കും വീടുണ്ടാവണം, നമുക്കും ലാൻഡ് ഉണ്ടാവണം, നമുക്കും എന്തുണ്ടാവണം, കാർ ഉണ്ടാവണം, നമുക്കും ബാങ്ക് ബാലൻസുകൾ ഉണ്ടാവണം, എന്റെ കുട്ടികളെയും നല്ല രീതിയിലൂടെ പഠിപ്പിക്കണം, കുറച്ചൊക്കെ ജീവിതത്തിൽ വന്നിട്ട് വിജയിക്കണം എന്ന ഒരു രീതിയിലൂടെ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ ആ ബിസിനസ് ആണ് സുഹൃത്തുക്കളെ RCM എന്ന് പറഞ്ഞിട്ടുള്ള ബിസിനസ്. ഞാൻ കണ്ടിടത്തോളം പിന്നെ അത് വേൾഡ് ക്ലാസ് പ്രൊഡക്റ്റുകളാണ്, ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകളാണ്, അത് ഹെൽത്ത് ഓറിയന്റഡ് ആണ്, അത് ചലഞ്ചിങ് പ്രൈസിന് കിട്ടുന്ന ഒരു സ്ഥലം എവിടെയുള്ളത് അത് പറയൂ. വേൾഡ് ക്ലാസ് പ്രൊഡക്റ്റുകൾ നമുക്ക് കിട്ടുന്നുണ്ട്, ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് കിട്ടുന്നുണ്ട്, അത് ഹെൽത്ത് ഓറിയന്റഡ് ആണ്, ആ പ്രൊഡക്റ്റുകൾ ഹെൽത്ത് ഓറിയന്റഡ് ആണ്. അതേപോലെ തന്നെ നമുക്ക് എന്താണ്, അത് ചലഞ്ചിങ് പ്രൈസിനെയും കിട്ടുന്നു. ഇത് എവിടെ കിട്ടും നമുക്ക്? ഈ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ PV ഇപ്പൊ ഒരു 10-25,000 PV ചെയ്യുന്ന സമയത്ത് അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തു. റിസ്ക് എടുക്കാൻ തയ്യാറാവട്ടെ. പ്രോപ്പർട്ടി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടേക്ക് റിസ്ക് എടുക്കാൻ തയ്യാറാവും. ആ പ്രൊഡക്റ്റുകൾ മേടിച്ച് കൊണ്ടുപോകാൻ തയ്യാറാണ്. വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് ഒരിക്കലും വിജയിക്കാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ ഇപ്പൊ ഒരു 10,000 രൂപ ഒരാൾക്ക് സാലറി കിട്ടുന്നു വിചാരിക്കുക. 10,000 രൂപ ഒരാൾക്ക് സാലറി കിട്ടുന്നു. ഈ 10,000 രൂപ സാലറി കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ കമ്പനിക്ക് 60,000 രൂപ ലാഭം ഉണ്ടാക്കി കൊടുക്കണം. മിനിമം ഒരു 60,000 രൂപ ലാഭം ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് 10,000 രൂപ എടുത്ത് നമുക്ക് തരും. കമ്പനി RCM കമ്പനി ഒന്നും വെറുതെ പൈസ തരാൻ വേണ്ടിയിട്ട് ഇരിക്കണമൊന്നുമില്ല. നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് വേണ്ടി, നമ്മൾ ചെയ്യുന്ന ബിസിനസ് എത്രയാണോ കമ്പനിക്ക് ഇടനിലക്കാരനും പരസ്യക്കാരനെയും ഏൽപ്പിക്കേണ്ടി വരുന്നില്ല. 25,000 PV ഞാൻ മേടിച്ചതിന് ശേഷം ജനങ്ങൾക്ക് കൊണ്ടുവന്ന് കൊടുക്കുമ്പോ അതിന്റെ ഏത് ഞാൻ ഏറ്റെടുത്തു, അതിന്റെ പരസ്യക്കാരൻ ഞാനായി മാറി അല്ലേ, പരസ്യക്കാരനായിട്ട് മാറി. അതിന്റെ ഇടനിലക്കാരനായിട്ട് മാറി. ഞാൻ തന്നെ വണ്ടി എടുത്തു, അല്ലെങ്കിൽ ഞാൻ തന്നെ വണ്ടിയിൽ കൊണ്ടുപോയി, ഞാൻ തന്നെ അതിന്റെ ഇടനിലക്കാരനായി, പരസ്യക്കാരനായി, കൈമാറ്റം ചെയ്യുന്നത് ഞാൻ തന്നെ. അതിന്റെ പൈസയാണ്. അപ്പൊ ഇത്ര പൈസ കമ്പനിക്ക് ഉണ്ടാക്കി കൊടുത്തെങ്കിലല്ലേ നമുക്ക് ഇത്ര പൈസ നമുക്ക് കിട്ടുള്ളൂ. ആ ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും കൊടുക്കണ പൈസ ആർക്ക് തരുന്നു? നമുക്ക് തരുന്നു എന്നേ ഉള്ളൂ കമ്പനി. അപ്പൊ എന്തേലൊക്കെ ചെയ്യണ്ടേ? അതിനനുസരിച്ചിട്ട് നമ്മൾ പ്രൊഡക്റ്റുകൾ കൊണ്ടുകൊടുത്തു. ഓരോരുത്തരും അത് ഉപയോഗിച്ചതിന് ശേഷം കിട്ടിയ ആ ഒരു എന്താ പറയാ സന്തോഷം അവര് വീണ്ടും വീണ്ടും വിളിക്കാൻ തുടങ്ങി. വീണ്ടും വീണ്ടും വിളിച്ചപ്പോ എനിക്ക് മനസ്സിലായി ഇതൊക്കെ നല്ല പ്രൊഡക്റ്റുകളാണ്. അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഉപയോഗിച്ചതിന് ശേഷം അവർ പറയില്ലേ, ഇത് വേണ്ട എന്ന് പറയില്ലേ. പക്ഷെ അത് കൊണ്ടുവന്ന് കൊടുത്ത് പതുക്കെ ഓരോരുത്തരും വളർന്നു വരാൻ തുടങ്ങി. ഇന്ന് കാലത്ത് ഞാൻ ഒറീസയിലുള്ള നമ്മുടെ ധനേശ്വർ സാഹു കൂടി ചിലപ്പോൾ ഉണ്ടായിരിക്കാം. അദ്ദേഹം വിളിച്ചു. എനിക്കറിയാവുന്ന മഹാരാഷ്ട്രയിൽ കുറച്ച് നാളുണ്ടായിരുന്നല്ലോ, ഒരു മുറി ഹിന്ദി ഒക്കെ പറയാനായിട്ട് അറിയാം. അദ്ദേഹത്തിനോട് പറഞ്ഞു, മേം ഉദർ ആയേഗ, എവിടെ ഒഡീസമേ മേ ആയേഗ, ഉദർ മേം മലയാളം മേം ക്ലാസ് ദേത്തെ, ഹിന്ദി മേം ആപ് ട്രാൻസ്ലേഷൻ കർത്തോ. അദ്ദേഹത്തിന്റെ ഒരു അനിയനുണ്ട് ഇവിടെ, ആശിഷ് കുമാർ. അദ്ദേഹം പറഞ്ഞു ഹിന്ദിയിൽ അദ്ദേഹം ട്രാൻസ്ലേഷൻ ചെയ്യാം, ഞാൻ മലയാളത്തിൽ ക്ലാസ് എടുക്കും. അല്ലെ, നമ്മളിവിടെ വന്നിട്ട് നമ്മുടെ ലീഡേഴ്സ് ഒക്കെ ഹിന്ദിയിൽ ക്ലാസ് വരുമ്പോ നമ്മൾ മലയാളത്തിലല്ലേ ഇത് ചെയ്യണത്.
അത് നമ്മൾ കേൾക്കുന്നത്. അതുപോലെ തന്നെ നമ്മളവിടെ മലയാളത്തിൽ ക്ലാസ് എടുക്കുമ്പോൾ ഹിന്ദിയിലേക്ക് തർജ്ജമ ചെയ്തു കൊടുക്കാനായിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഒറീസയിൽ പോകാൻ പോകും. അങ്ങനെ പല സ്ഥലത്തും 14 ജില്ലകളിലും ആളുകൾ ടീം ലീഡേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഏകദേശം 6-7 സംസ്ഥാനങ്ങളില് ഏകദേശം നമുക്ക് ടീമുകളുണ്ട്. പല സ്ഥലത്തും ടീമുകളായിട്ട് മാറി. അപ്പൊ തുടക്ക സമയത്താണ് റിസ്ക്. 80% സെയിൽ ചെയ്യേണ്ട ആ സമയത്ത് ഞാൻ പറയുന്നു സുഹൃത്തുക്കളെ, നമ്മൾ 80% സെയിൽ ചെയ്യൂ. 80% സെയിൽ ചെയ്യണം. അതിൽ നിന്ന് വിട്ടു മാറി നിൽക്കരുത്. ആർസിഎം ഈസ് സിമ്പിൾ ബട്ട് നോട്ട് ഈസി. ആർസിഎം സിമ്പിൾ ആണ്. എനിക്ക് സിമ്പിൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ചില ആളുകൾക്ക് അതൊരു വലിയൊരു ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത്. ഇല്ല, ഇത് കുറച്ചൊക്കെ നമ്മൾ ചെയ്തു വരുന്ന സമയത്ത് ഇപ്പൊ ഞാനൊക്കെ എന്താ ചെയ്യുന്നു, ഒരു കാലത്ത് ഇരിക്കുന്നു, നേരത്തോടെ ഇരിക്കുന്നു, ഞങ്ങളുടെ പ്രോഗ്രാമുകൾ ഉണ്ട്, അതൊക്കെ കഴിഞ്ഞ് ഒരു ബാഗ് ഇടുന്നു, അതിനുശേഷം പതുക്കെ കാർ എടുക്കുന്നു, പല സ്ഥലത്തേക്കും ക്ലാസ്സിന് പോകുന്നു. ഒരുപാട് ആളുകൾക്ക് ആരോഗ്യം കൊടുക്കുന്നു. പല ആളുകളും എന്നെ നോക്കി തൊഴാറുണ്ട്. ഞാൻ എന്നെ നോക്കി തൊഴണ്ട, എന്റെ കാലുമില്ല് തൊടണ്ട. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്റെ ഉത്തരവാദിത്വം, എന്നിൽ ദൈവം അല്ലെങ്കിൽ എന്റെ ലീഡേഴ്സ് ഏൽപ്പിച്ച ഒരു ദൗത്യം ഞാൻ എല്ലാവർക്കും ചെയ്തു കൊടുക്കുന്നു. അതിലൂടെ നിങ്ങൾക്ക് ആരോഗ്യം കിട്ടുന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കി തന്ന ആ മഹാനുഭാവനെ നമുക്കൊന്ന് തൊടാം. ആരാണ്? നമ്മുടെ TCGനെ നമുക്കൊന്ന് തൊടാം അല്ലെ? അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അതെന്റെ മനസ്സിൽ ഇപ്പോഴും നിൽക്കുക. കാരണം ആ ഡൽഹിയിലേക്ക് 5000 നമ്മുടെ ആട്ട, ഒരു ലോഡ് ആട്ട ഡൽഹിയിലേക്ക് കൊടുത്താക്കിയാൽ 5000 രൂപ മതി. ആർക്ക്? TC ചാബ്രാജിക്ക് 5000 രൂപ മതി. പക്ഷെ അദ്ദേഹം അത് കേരളത്തിലേക്കാണ് കൊടുത്തയക്കുന്നതെങ്കിൽ അത് 50,000 രൂപ വേണ്ടി വരുന്നത് അല്ലെ? അപ്പൊ അത്രയും റിസ്ക് എടുത്തിട്ട് 50,000 രൂപയും കൊടുത്തൊരു ലോഡ് കേരളത്തിലേക്ക് കൊടുത്തയക്കുന്ന അദ്ദേഹത്തിന് തലയ്ക്ക് ഓളം ഉണ്ടായിട്ടല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ തലയ്ക്ക് ഓളം ഉണ്ടായിട്ടല്ല. എല്ലാവർക്കും ആരോഗ്യം എത്തണം. ഇന്ത്യയിലുള്ള മുഴുവൻ ജനങ്ങൾക്ക് നല്ല മായമില്ലാത്ത ഉൽപ്പന്നങ്ങൾ എത്തണം, പ്രൊഡക്റ്റുകൾ. അതായത് ലാക്ക് ഓഫ് ന്യൂട്രീഷന്റെ കുറവുകളെ നികത്തണം. ഈ ന്യൂട്രീഷന്റെ കുറവുകൾ നികത്താനായിട്ട് ക്വാളിറ്റി ഉള്ള നല്ല പ്രൊഡക്റ്റുകൾ ഉണ്ടെങ്കിൽ തന്നെ എത്ര രൂപ കൊടുത്തിട്ട് മേടിക്കേണ്ടി വരും? നമ്മളൊക്കെ ഓരോരുത്തരും മെൻ ടാബ്ലറ്റ് കഴിക്കുന്നില്ലേ, വുമൺ ടാബ്ലറ്റ് കഴിക്കുന്നില്ലേ, വെജ് ഒമേഗ കഴിക്കുന്നില്ലേ, പ്രോട്ടീൻ പൗഡേഴ്സ് കഴിക്കുന്നില്ലേ? ഓരോരുത്തർക്കും ഓപ്പറേഷൻ കഴിഞ്ഞ ആളുകൾക്ക് ബീജ കഴിച്ച് കാല് റെഡി ആയില്ലേ? ഓപ്പറേഷൻ കൂടാതെ എത്ര ആളുകൾക്ക് കുരുക്കളും മുഴകളും ഗർഭാശയത്തിൽ ഉണ്ടായിട്ട് അത് ഒരു ഓപ്പറേഷൻ പോലും കഴിയാതെ അത് ശരിയാക്കി എടുത്തില്ലേ? എത്ര ആളുകൾക്ക് എല്ല് തേയ്മാനം മാറി? അതേപോലെ തന്നെ നെഞ്ചിരിച്ചലായിക്കോട്ടെ, പുളിച്ചേട്ടലായിക്കോട്ടെ, മലബന്ധമായിക്കോട്ടെ, പിസ്തൂലായിക്കോട്ടെ, നമ്മുടെ ഗ്യാസ് ട്രബിൾ ആയിക്കോട്ടെ, അൾസർജി കോളിറ്റീസ് ആയിക്കോട്ടെ, അൾസർ ആയിക്കോട്ടെ, എന്തൊക്കെ രോഗങ്ങൾ മാറാനായിട്ടാണ്? പ്രഷറും കൊളസ്ട്രോളും എല്ല് തേയ്മാനവും അതേപോലെ തന്നെ ക്യാൻസറും സ്ട്രോക്കും ബ്ലോക്കും വരാതെ എത്ര ആൾക്കാർ രക്ഷപ്പെട്ടു? എന്റെ അറിവിൽ എത്രയോ ആളുകൾക്ക്, എനിക്ക് തോന്നുന്നു ഒരു 20ഓളം കുട്ടികൾ ഇല്ലാത്ത ആളുകൾക്ക് ഇപ്പൊ 2 പേര് പ്രഗ്നൻസിയിലാണ്, 18 പേര് കുട്ടികളായി. ന്യൂട്രീഷൻ സപ്ലിമെന്റുകൾ കൊടുത്തു. ഏകദേശം ഒരു 9 വർഷം 12 വർഷമായിട്ട് കുട്ടികളില്ലാത്ത ഞാൻ നേരിട്ട് കൊടുത്തിട്ടുള്ളതാണ്. മനസ്സിലായി? 2 പേര് പ്രഗ്നൻസിയിലാണ്. ഒരാൾ 2 മാസം, ഒരാള് 6 മാസം, ഒരാൾ പൊന്നാനിയിൽ, ഒരാൾ ചാവക്കാട്. 18 കുട്ടികൾ വേറെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ട്. ന്യൂട്രീഷൻ സപ്ലിമെന്റുകൾ കൊടുത്തതാ. ഞാൻ എന്റെ ദൗത്യം ചെയ്തു. നിങ്ങൾ തയ്യാറാണോ നിങ്ങൾ ദൗത്യം ചെയ്യാൻ? ഒരുപാട് ആളുകളെ നമുക്ക് സംരക്ഷിക്കണ്ടേ? ഒരുപാട് ആളുകളുടെ ആരോഗ്യം. ഇപ്പൊ പല ഡോക്ടർമാരും തോറും മരുന്നുകൾ കൊടുക്കുന്നു. പാരസെറ്റമോൾ കഴിക്കുന്നു. പാരസെറ്റമോളിന്റെ കുറവ് കൊണ്ടാണോ ആളുകൾക്ക് പനി വരുന്നത്? പനി വന്നതിന് ശേഷം എന്തോ ഒരു രോഗത്തിന്റെ ലക്ഷണമല്ലേ? ആ ലക്ഷണം മാറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുന്ന മായമുള്ള ഉൽപ്പന്നങ്ങളെ മാറ്റിയാൽ പോരെ? അതേപോലെ തന്നെ ന്യൂട്രീഷന്റെ കുറവുകളെ നികത്തിയാൽ പോരെ? ഇതൊക്കെയാണ് നമ്മുടെ ജോലി എന്ന് പറയുമ്പോൾ എത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു ബിസിനസ്. ഞാൻ 25,000 PVക്ക് മേടിച്ചിട്ട് ഞാൻ ഈ ജോലി ചെയ്യും. എന്താണ് നമ്മുടെ ജോലി? എന്താണ് സിസ്റ്റം? നമ്മുടെ ജോലി നമുക്ക് ഈ പ്രൊഡക്റ്റുകളെ നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് അവരുടെ ആരോഗ്യത്തെ സംരക്ഷിച്ചെടുക്കുന്ന ഒരു ജോലി നമ്മൾ ഏറ്റെടുത്തു. പല ആൾക്കാർ ആർസിഎമ്മിൽ വന്നിട്ട് പല ജോലിക്കും പോകുന്ന ആളുകൾ വീട്ടിലിരിക്കപ്പോ എന്തൊരു ചെയ്യണേ? ആർസിഎം ചെയ്യുന്നു. എന്നിട്ട് ആർസിഎമ്മിന്റെ ലീഡേഴ്സിന് കുറ്റം, അവർക്ക് പൈസ വരുന്നില്ല. പണി ചെയ്യണ്ടേ? ആന അണ്ണാന്റെ പണി ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. ആന ആരുടെ പണിയെടുക്കണം? ആനയുടെ പണിയെടുക്കണം. അണ്ണാന്റെ പണി ഞാൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. വീട്ടിലിരിക്കുന്ന ഓരോരുത്തരുണ്ട് അങ്ങനെ. അവരൊരു ലിസ്റ്റ് ഇട്ട് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണം. എന്റെ ഇപ്പൊ ഈ മാസം സ്റ്റാർട്ടർ ആയിട്ടുള്ള ഒരു മഹേഷ് സാറുണ്ട്. അദ്ദേഹത്തിന് ഒരു 10,000 PV ഈ മാസം പെട്ടെന്ന് ചെയ്തു. കഴിഞ്ഞ മാസം ഡയമണ്ട് ക്ലബിൽ നിന്ന് ഒന്ന് തെറിച്ചു പോയിരുന്നു, തെന്നിയിരുന്നു. അതുകൊണ്ട് 10,000 ചെയ്ത് ഡയമണ്ട് ക്ലബ് ക്ലിയർ ആക്കി.
ആ ഡയമണ്ട് ക്ലബ്ബ് ക്ലിയർ ആക്കിയ സമയത്ത് അദ്ദേഹം ചെയ്തൊരു കാര്യം, ഒരു 5 വീട്ടിലേക്ക് ഉൽപ്പന്നങ്ങളെ വിളിച്ചു പറഞ്ഞു, ഇതാ 5 വീട്ടിലേക്ക് അവർക്കൊക്കെ എത്തിച്ചു കൊടുത്തു, 10,000 PV ഓക്കെ. അതിനുവേണ്ടി അദ്ദേഹം ഡോക്ടർ ആൻസാർ ചാവക്കാട് വരുന്ന സമയത്ത് അതിലത്തെ ഒരു വ്യക്തിയെ കൊണ്ടുപോയിട്ട് ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ എന്ത് ചെയ്തു, അവരുടെ രോഗത്തിനുള്ള കുറച്ച് പ്രൊഡക്റ്റുകളെ ലിസ്റ്റ് ഇട്ടിട്ട് അവര് കൊണ്ടുകൊടുത്തു. 10,000 PV സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി അദ്ദേഹം. ഇതേപോലെ തന്നെ ആ പ്രൊഡക്റ്റുകളെ നമുക്ക് സെയിൽ ചെയ്യാം. 80% സെയിൽ ചെയ്യുന്നു. പതുക്കെ പതുക്കെ സെയിലിന്റെ ഇത് കുറഞ്ഞു വരും. അങ്ങനെ പതുക്കെ പതുക്കെ ഓരോ സ്റ്റെപ്പുകൾ ഓരോ സ്റ്റെപ്പുകളും ഓരോ പടികളും ഞാൻ ഇങ്ങനെ കയറാനായിട്ട് തുടങ്ങി. പതുക്കെ ഇതേ കാര്യങ്ങൾ ചെയ്തുള്ളൂ. പതുക്കെ 9ാമത്തെ മാസം ഞാൻ സ്റ്റാറിലേക്ക് എന്ന ലെവലിലേക്ക് വന്നു. സ്റ്റാർ ആ സമയത്ത് ബിസിനസിന്റെ ക്ലോസിങ്ങിന്റെ ഒക്കെ ടൈമുകളൊക്കെ വരും. ആ ബിസിനസിന്റെ ക്ലോസ് ഒക്കെ വരുന്ന സമയത്ത് അദ്ദേഹം സജീവ് സാറ് പറയുന്നത്, നമ്മുടെ ടീമിലുള്ള എല്ലാവരെയും വിളിച്ചിട്ട് ഒത്തുകൂടാൻ കഴിയുന്ന ഒരു സ്ഥലത്ത് ഒത്തുകൂടൂ. ഇന്നത്തെ ഒരു ദിവസം എനിക്ക് തോന്നുന്നു പല ലീഡേഴ്സും ഓരോ ഷോപ്പുകളിലാണ്, വീടുകളിലും നടത്തിയിരിക്കുന്നില്ല ആരും, ഓരോ ഷോപ്പുകളിലാ. അവിടെ ചെന്നിരുന്നു കൊണ്ട് ഓരോരുത്തരെ ബിസിനസ് അദ്ദേഹത്തിന് എങ്ങനെ ബിഗിനറാക്കാം, അദ്ദേഹത്തിന് എങ്ങനെ ഒരു 15,000 PV ഇവിടെ വരികയും എ സൈഡിൽ വരികയും 5,000 PV ബി സൈഡ് സ്വന്തം സെൽഫിൽ അടിക്കുകയും ചെയ്യുമ്പോൾ ബിഗിനറായി അല്ലെ. 21 പടികൾ നമ്മൾ കടക്കും. 100% ഉറപ്പിച്ചോ, 21 പടികൾ നമ്മൾ കടക്കും. അതിന് നമ്മൾ എന്തെടുക്കണം? ടേക്ക് റിസ്ക് എടുക്കണം. റിസ്ക് എടുക്കാണ്ട് പറ്റില്ല. അതിന് നമ്മൾ കുറച്ച് കമ്മ്യൂണിക്കേഷന്റെ സ്കില്ലുകളൊക്കെ പഠിക്കണം. എല്ലാവരോടും ഒരു നല്ലൊരു മൈൻഡിലേക്ക് പോകണം. അവൻ അത് പറഞ്ഞു ഇത് പറഞ്ഞു പരാതിപ്പെട്ടി ആവാതിരിക്കണം അല്ലെ. ഇന്ന് പരാതി ഒന്നുമില്ല. ആര് വന്നാലും ഇനി ആ പ്രശ്നത്തെ തീർക്കാൻ എങ്ങനെ എന്താ ചെയ്യേണ്ടത്, അപ്പൊ അവരോടൊന്ന് സൗമ്യമായിട്ടൊക്കെ സംസാരിച്ച് അവരുമായിട്ടൊരു 1-to-1 മീറ്റിംഗ് ഒക്കെ എടുത്ത് ഇത് ഇങ്ങനെയാണ് സാറേ കാര്യം. ഞാൻ നാളെ എന്റെ ഇവിടെ കാറിൽ 2-3 ആൾക്കാർ വിളിച്ചു, ഓരോരുത്തരെ 1-to-1 ആയിട്ട് വിളിച്ചു. എന്നിട്ട് ഇത് പ്ലാൻ കൊടുത്തു. അവർക്ക് എന്താ പ്ലാൻ കൊടുത്തത്? ഇത്ര PV സാറിന് വന്നിട്ടുണ്ട്, ഇത്ര PV സാറിന്റെ ബി സൈഡിലുണ്ട്, അപ്പൊ ഇവിടെ ഇത്ര വന്നു കഴിഞ്ഞാൽ സാറിന് ഇന്ന ലെവലിലേക്ക് എത്താം, ഇവിടെ ഇത്ര PV വന്നു കഴിഞ്ഞാൽ സാറിന് ഇന്ന ലെവലിലേക്ക് എത്താം. അപ്പൊ സാറ് ഈ PV വരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? സാർ ഒരു ലിസ്റ്റ് ഇടൂ. എന്നിട്ട് പതുക്കെ പതുക്കെ ജനങ്ങളിലേക്ക് ആ പ്രൊഡക്റ്റുകളെ കൊണ്ട് എത്തിച്ചു കൊടുക്കും. സാറിന്റെ പേരിൽ മേടിക്കും, എന്നിട്ട് എത്തിച്ചു കൊടുക്കും. എന്നിട്ട് 1 പ്രാവശ്യം 2 പ്രാവശ്യം കൊടുത്തതിന് ശേഷം അവരെ ലീഡറെ വിളിച്ചിട്ട് ആ വീട്ടിലേക്ക് പോയിട്ട് അവരോട് സംസാരിക്കും. അപ്പൊ ലീഡർ പറഞ്ഞു കൊടുത്തോളും ഇന്ന കാര്യങ്ങൾ. നമ്മൾ പ്രൊഡക്റ്റ് കൊടുത്ത സ്ഥലത്തേക്ക് നമ്മൾ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അവർ ആക്സെപ്റ്റ് ചെയ്യില്ല. അപ്പൊ നമ്മുടെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ലീഡർ ഉണ്ടായിരിക്കുമല്ലോ, നിയറസ്റ്റ് ആയിട്ടുള്ള ലീഡറോ മെൻഡറോ, അവരൊക്കെ വിളിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ കാര്യം പറയാതെ, സാറേ ഞാനൊരു 5 സ്ഥലത്ത് ഞാൻ പ്രൊഡക്റ്റ് കൊണ്ടുകൊടുത്തിട്ടുണ്ട്, അവര് 2-3 പ്രാവശ്യം എൻ്റെ നിന്ന് മേടിച്ചിട്ടുണ്ട്, ഇനി നമുക്ക് ആ ഓപ്പർച്യൂണിറ്റി പറഞ്ഞു കൊടുക്കണ്ടേ സാറേ, എന്നാ സാർ എന്റെ കൂടെ ഒന്ന് വരുമോ? വരൂ സാറേ. അങ്ങനെ അവരെ വീട്ടിൽ പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും അവരുടെ വീട്ടില് എന്ത് ചെയ്യണം എന്നുള്ളത് മനസ്സിലാവും. ഡിസ്പ്ലേ വാൾ ഇടേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അവർക്ക്. അവര് പതുക്കെ പതുക്കെ അതില് മറ്റേ ഹോം ഷോപ്പ് ചെയ്യാനും വീട്ടിലൊരു ക്ലാസ് വയ്ക്കാനും. അപ്പൊ അവരുടെ വീട്ടിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ, ഇപ്പൊ മകള് പോകുന്നോണ്ട് പ്രശ്ന, ഭാര്യ പോകുന്നോണ്ട് പ്രശ്ന, ഭർത്താവ് പോകുന്നോണ്ട് പ്രശ്ന, മക്കള് പോകുന്നോണ്ട് പ്രശ്ന. പക്ഷെ എല്ലാവരും വിളിച്ചിരുത്തിയിട്ട് ഒരു ക്ലാസ് കൊടുത്തു കഴിഞ്ഞാൽ ആ വീട്ടില് അവർക്ക് മനസ്സിലാവും, ഇതൊരു നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. നമ്മൾ എടുക്കുന്ന ഒരു റിസ്ക്, നമ്മൾ എടുക്കുന്ന ഒരു കാര്യം നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. എന്റെ മകള് പോകുന്ന ഒരു പ്രസ്ഥാനം സാധാരണ ഒരു പ്രസ്ഥാനമല്ല. സാധാരണ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടല്ല എന്റെ മകള് പോകുന്നത്. സാധാരണ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടല്ല എന്റെ മകൻ പോകുന്നത്. സാധാരണ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടല്ല എന്റെ ഭർത്താവ് പോകുന്നത്, എന്റെ ഭാര്യ പോകുന്നത്, എന്റെ അമ്മ പോകുന്നത്, എന്റെ അച്ഛൻ പോകുന്നത്. സാധാരണ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശരിയാക്കാൻ വേണ്ടിയിട്ടാണ്. അവള് ഈ പ്രസ്ഥാനത്തിലേക്ക് പോയത് കൊണ്ട്, എനിക്ക് ന്യൂട്രീഷൻ സപ്ലിമെന്റുകൾ തന്നുകൊണ്ട് ഇന്ന് എന്റെ ഹെൽത്ത് റെഡിയാണ്, ഓക്കെയാണ്. അവര് അഭിമാനിക്കും, വീട്ടിലുള്ള ആളുകൾ അഭിമാനിക്കും. ആ ക്ലാസ് വീട്ടിൽ വെക്കുമ്പോ ഹോം മീറ്റിംഗ് നടത്തണം. ഹോം മീറ്റിംഗ് പല ആളുകൾക്കും ഇത് പേടിയാ. ഗിരി സാറ് പറഞ്ഞപ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു, സജീവ് സാറ് പറഞ്ഞപ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു ഹോം മീറ്റിംഗ് വെക്കാൻ. ഞാൻ വിളിച്ച ആളുകൾ വരും, ആളുകൾ വിളിച്ചാ വരും. പക്ഷെ അതിന് ഉൾക്കൊണ്ട് വിളിക്കണം, ഉൾക്കൊണ്ട് സ്നേഹത്തോടു കൂടി വിളിക്കണം. സാറേ ഇങ്ങനത്തെ കാര്യമാണ്. ഇവിടെ നമ്മുടെ രാജസ്ഥാനിലെ പ്രോഗ്രാം, ഇവിടുത്തെ രാജഗിരിയിലത്തെ പ്രോഗ്രാം കഴിഞ്ഞല്ലോ അല്ലേ? 2,500-3,000 പേര് പങ്കെടുക്കുന്ന ഒരു വലിയൊരു പ്രോഗ്രാം കഴിഞ്ഞു. ആ പ്രോഗ്രാമിൽ എല്ലാവരും വിളിച്ചു കൊണ്ടുപോയപ്പോഴാണ് അവർക്ക് വിഷ്വല് മനസ്സിലായത്, അതിന്റെ ഒരു വലിപ്പം മനസ്സിലായത്.
അതുവരെ 5 പേരുടെ ഹോം മീറ്റിംഗിൽ ഇരുന്ന ഒരു വ്യക്തിനെ ആ 5 പേരായിരുന്നു അവരുടെ ഒരു വിശ്വാസം. 5 പേരുടെ അടങ്ങുന്ന അതാണ് എന്ത് RCM. എന്നെ ആദ്യമായിട്ട് കൊണ്ടുപോയത് 150 പേരുടെ വേദിയിലേക്ക്. അതുകൊണ്ട് എനിക്ക് ഒരു 150 പേരാണ് RCM എന്നാണ് ഞാൻ വിചാരിച്ചത്. തൊട്ടടുത്ത് തന്നെ തണ്ടിയേക്കൽ ബിൽഡിംഗ് തൃശ്ശൂരിൽ കൊണ്ടുപോയി 500 പേരടങ്ങുന്ന ഒരു പ്രോഗ്രാമിന്. അപ്പൊ എനിക്ക് തോന്നി 500 പേരാണ് പ്രോഗ്രാം, 500 പേരാണ് എന്ത് RCM. അതിനുശേഷം TCക്ക് വന്നൊരു വലിയൊരു പ്രോഗ്രാം പങ്കെടുത്തു. ഒരു 1000-ലധികം പങ്കെടുക്കുന്ന ആളുകൾ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാം, അതിൽ പങ്കെടുത്തു. 1000 അല്ല, ഒരു 5000-ലധികം ആളുകൾ പങ്കെടുക്കുന്നു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, ഡൽഹിയിലത്തെ ഒരു പ്രോഗ്രാമിന്, ഇന്ദിരാഗാന്ധി ഒരു ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഒരു പ്രോഗ്രാമിന് പോയപ്പോ ഒരു 10-25,000 പേര് ഉള്ളിലും ഉണ്ട്, 10-25,000 പേര് പുറത്തും ഉണ്ട്. ഒരു 50,000 പേരടങ്ങുന്ന ഒരു വലിയൊരു മഹാമഹം കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് നിസ്സാര കാര്യമല്ല. എവിടെ ചെന്ന് നിങ്ങൾ ചോദിച്ചോ അവിടെയൊക്കെ RCMന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ആളുകൾ. ഒരു സംശയവുമില്ല, ഒരു സംശയവുമില്ല. എവിടൊക്കെ ചെന്ന് ചോദിച്ചോ. ഇന്നലെ ഇവിടെ എന്റെ വീടിന്റെ തൊട്ടടുത്തൊരു പുഴയുണ്ട്, അത് നന്നായി കുത്തിയൊലിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഇടയ്ക്ക് നോക്കുന്നുണ്ട് ഇങ്ങോട്ട് വെള്ളം കയറി വരുന്നുണ്ടോ എന്നൊക്കെ. ആ സമയത്ത് പുഴ കാണാൻ വേണ്ടി 2 ഇത്തമാര് വന്നു അവിടേക്ക്. അവരെന്നോട് പറയാണ് ഞങ്ങൾ RCMന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പണ്ടേതോ ഒരു സമയത്ത് ഡോക്ടർ രാജൻ സാറ് വന്നിട്ട് ഞങ്ങൾക്ക് ക്ലാസ് തന്നിട്ടുണ്ടെന്ന്. എത്രയോ സ്ഥലങ്ങളില് ഡോക്ടർ രാജൻ സാറായിക്കോട്ടെ, ഗിരീഷ് സാറായിക്കോട്ടെ, സജീവ് സാറായിക്കോട്ടെ, മൂർത്തി സാറായിക്കോട്ടെ, പണ്ട് കാലങ്ങളിൽ എത്രയോ സ്ഥലങ്ങളിൽ ക്ലാസ്സുകൾ നടത്തിയിട്ടുണ്ട് അല്ലെ. അത്രയധികം, ഒരാള് പോലും RCM അറിയാത്ത ആളുകൾ ഉണ്ടാവില്ല. അത്രയധികം ആളുകൾ RCM ചെയ്യുന്നുണ്ട്. എവിടെ ചെന്ന് ചോദിച്ചോ, ഒരാളോട് ജോയിനിങ് ചെന്ന് ചോദിക്കുമ്പോ അയ്യോ ഞങ്ങള് ജോയിനിങ് ആണ്, ഞങ്ങള് ജോയിനിങ് ആണ്, അതാ പറയുന്നത് എല്ലാവരും. ഞാൻ ചെന്നോടത്തൊക്കെ പറയുന്നുണ്ട്. ഒരു വീട്ടിൽ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ കൊടുക്കാൻ വേണ്ടി പോയ സമയത്ത് അവരുടെ വീട്ടിൽ പേസ്റ്റ് ഇരിക്കുന്നു. ഇത് ഞങ്ങൾ ഉപയോഗിക്കുന്നത്, ഇതിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് സാർ വന്നത്. പക്ഷെ ഓപ്പർച്യൂണിറ്റി അറിയില്ല, അതിന്റെ ഒരു അവസരം അറിയില്ല. സോപ്പ് കുളിക്കാനുള്ളതാണെന്ന് അറിയുള്ളൂ, പക്ഷെ അതിലൊരു ഹോപ്പ് ഉണ്ടെന്നുള്ളത് അറിയില്ല. പക്ഷെ അത് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു സ്കില്ല് നമുക്ക് ഉണ്ടായാൽ മതി. ഒരു ടീം ബിൽഡിങ്, അതിന്റെ ഒരു ബിസിനസിന്റെ ആ ഒരു ബിസിനസ്സിലേക്ക് വന്നിട്ടുള്ള ഒരു ക്ലോസിംഗ് ഡേറ്റ് ആണ്. ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ ദിവസത്തിൽ നമ്മൾ ചെയ്യേണ്ട, അതായത് ഒരു മാസം ഓടിക്കൊണ്ട് നടന്നു വരും, 10-25 ദിവസം നമ്മൾ ഓടി അവിടേക്ക് ക്ലാസ് കൊടുത്തു, ഇവിടുത്തെ ക്ലാസ് കൊടുത്തു, അതിന്റെ ഒക്കെ ഒരു റിസൾട്ട് ഉണ്ടാവുന്ന ഒരു ദിവസമാണ് ഏത്, ഈ ഒരു നമ്മുടെ ക്ലോസിംഗ് ഡേറ്റിൽ വരുന്നത്. 12 മണി വരെയുള്ള സമയത്ത് ഇത്ര ഞാൻ പറഞ്ഞില്ലേ, ഒരു 77ാമത്തെ ക്ലോസിംഗ് ഡേറ്റ് ആണ് ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത്. 77ാമത്തെ ക്ലോസിംഗ് ഡേറ്റ്. ഒറ്റ ദിവസം പോലും ഞാൻ ഉറങ്ങിയിട്ടില്ല ആ 12 മണി കഴിയാതെ. അതുകൂടാതെ എത്രയോ ദിവസങ്ങളിൽ നമ്മുടെ ഡേറ്റ് സമയങ്ങൾ കൂട്ടി തന്നിട്ടുണ്ട്. പിറ്റേ ദിവസത്തേക്ക് വരെ നമുക്ക് ബിസിനസ് ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ നോക്കിയിരുന്നിട്ടുണ്ട്. ആരെങ്കിലും നമ്മുടെ ഒരു അശ്രദ്ധ കൊണ്ട് ഒരാളുടെ PV പോലും പോവാതെ, നാളെ ഗ്രേറ്റ് ലീഡർ ഗിരീഷ് സാറിന്റെ അടുത്ത് പോയപ്പോ എന്റെ മെന്റർ അടുത്ത് ചെന്നപ്പോ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അന്നത്തെ അപ്പോഴാണ് ശരിക്കും എന്ത് മനസ്സിലായത്, ഒരു തിരിച്ചറിവ് വീണ്ടും കിട്ടി. വീണ്ടും തിരിച്ചറിവുകൾ കിട്ടിക്കൊണ്ടേയിരിക്കുന്നു, വീണ്ടും വീണ്ടും വീണ്ടും. പക്ഷെ എന്റെ ഏറ്റവും വലിയൊരു മഹത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കാണുന്ന ഒരു മഹത്വം, എന്റെ മെന്റേഴ്സ് ആയിട്ടുള്ള ആളുകള് പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഐ എം റെഡി. അല്ലാതെ എനിക്ക് സ്വന്തമായിട്ട് ഒരു ബുദ്ധിയും ഞാൻ RCM ഇടുന്നില്ല. ഏകദേശം 39 വയസ്സ് വരെ ഞാൻ എന്റെ ബുദ്ധി ഇട്ടുമല്ലോ. എന്നിട്ട് എനിക്കൊരു ഓട്ടോറിക്ഷക്കാരനാവാനും അതേപോലെ തന്നെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളും ഇതൊക്കെ ആയിട്ട് മാറാനായിട്ട് എനിക്ക് ഇടവന്നു. ഇത് ഞാൻ ഏറ്റെടുത്തോടുകൂടി എന്റെ ബുദ്ധി ഞാൻ കളഞ്ഞോടുകൂടി 9ാമത്തെ മാസം ഞാൻ എന്തായിട്ട് മാറി, ഒരു സ്റ്റാറിലേക്ക് വന്നു. ഈ ബുദ്ധി വീണ്ടും വീണ്ടും എന്നെ ഉപദേശിച്ചു തന്നു. ആ കരിങ്കല്ലിൽ കൊത്തണ കഥകളൊക്കെ ഗിരീഷ് സാർ പറഞ്ഞു തന്നു, സജീവ് സാർ പറഞ്ഞു തന്നു. കൊത്തി ഒരു കല്ലിനെ ശില്പമാക്കി മാറ്റുമ്പോ അത് നല്ല ഭംഗിയുള്ള ശില്പമായിട്ട് മാറുന്ന സമയത്ത് അതിനെ കൊത്തിയിട്ട് തന്നെയാണ് ഉണ്ടാക്കണേ. പക്ഷെ വേദന സഹിക്കാൻ തയ്യാറാവണം. പലരും വേദന സഹിക്കാൻ തയ്യാറല്ല. അവരൊന്ന് തിരുത്തലുകൾ വരുമ്പോ അപ്പൊ ബുദ്ധിമുട്ടായി. തിരുത്തുമ്പോ ആ ആളാര എന്നെ തിരുത്താൻ, അങ്ങനെ പറയാൻ പാടില്ല ഒരിക്കലും. നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ അവർക്ക് മുന്നിൽ എന്താ പറയാ, ശരി സാർ മെന്റർ എടുത്ത്, ശരി സാർ ഞാൻ സാർ യെസ് സാർ എന്നല്ലാതെ ഒന്നും ഒരു എതിർത്ത് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. യെസ് സാർ, യെസ് ചെയ്യാം സാർ. ഒരു 10 പേരുമായിട്ട് സാർ ക്ലാസ്സിന് വരും, ശരി ശരി സാർ ശരി, ഒന്നും നോ പറഞ്ഞിട്ടില്ല എന്റെ ലീഡ്. അതുകൊണ്ട് ഞാൻ 9ാമത്തെ മാസം ഞാൻ സ്റ്റാറായി, 18ാമത്തെ മാസം ഞാൻ സ്റ്റാർ പ്ലാറ്റിനായി, 9ാമത്തെ മാസം ഏകദേശം ഒരു എന്താ പറഞ്ഞ 15,000 രൂപയിൽ നിന്ന്
വെറും ഒരു 9 മാസം കൂടെ എന്ത് കഴിഞ്ഞപ്പോ ഏകദേശം ഒരു 50,000 രൂപ വരുമാനം മേടിക്കുന്ന ആളായിട്ട് മാറി. 50,000 രൂപ സ്റ്റാർ പ്ലാറ്റിനം. അന്നേ ഗിരി സാർ പറയും എന്താണ്, എ സൈഡിൽ 3.5, ബി സൈഡിൽ 3.5. ഇത് വെച്ച് പ്രവർത്തിച്ചു. റോട്ടിലൂടെ നടന്നു പോകുന്ന സമയത്ത് എന്റെ അച്ഛൻ വഴിയിലൂടെ നടന്നു പോയപ്പോ സത്യത്തിൽ ഞാൻ കണ്ടില്ല, എന്റെ കണക്കൂട്ടലുകളായിരുന്നു എല്ലാതും. ആ സമയത്ത് വീട്ടിൽ ചെന്നിട്ട് അച്ഛൻ പറഞ്ഞു, അവൻ റോട്ടിലൊന്നും വെച്ച് കഴിഞ്ഞാൽ അവൻ കണ്ടിട്ട് മിണ്ടുന്നില്ല, എന്താണെന്നറിയില്ല. പക്ഷെ ഞാൻ കണ്ടില്ല സുഹൃത്തുക്കളെ, അച്ഛൻ സൈഡിൽ കൂടെ നടന്നു പോയത് ഞാൻ കണ്ടില്ല. അത്രയും എന്തായിരുന്നു ആ ഒരു ബിസിനസിനെ കുറിച്ചിട്ട് ഉള്ളിൽ എങ്ങനെ ഏത് ആളുകളെ ചെന്ന് കാണണം, എവിടെ ചെന്നിട്ട് ഹോം മീറ്റിംഗ് നടത്തണം, അതിനുവേണ്ടി ഞാൻ എന്തോരം പഠിക്കണം, മാർക്കറ്റിംഗ് പ്ലാൻ പഠിക്കണം, അതിന്റെ സിസ്റ്റം മനസ്സിലാക്കണം. സിസ്റ്റം എന്ന് പറഞ്ഞത് വെറുതെ ഒരു സാധനമല്ല. സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, മീറ്റിങ്ങുകളുണ്ട്, ടാർഗറ്റുകളുണ്ട്. അത് കമ്പനി ടാർഗറ്റ് ഉണ്ട്, പേഴ്സണൽ ടാർഗറ്റ് ഉണ്ട്, മീറ്റിങ്ങുകളുണ്ട്, അത് വലിയ വലിയ മീറ്റിങ്ങുകളുണ്ട്, ട്രെയിനിങ്ങുകളുണ്ട്. ഇതൊക്കെയാണ് സിസ്റ്റം. ആ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് മാറുക, ക്ഷമയുണ്ടായിട്ട് മാറുക, ക്ഷമയുള്ള ആളായിട്ട് മാറുക. ക്ഷമ എന്ന് പറയുമ്പോൾ കാത്തിരിക്കാനുള്ള കഴിവിനെയല്ല സുഹൃത്തുക്കളെ ക്ഷമ എന്ന് പറയുന്നത്. കാത്തിരിക്കുമ്പോൾ നല്ല മനോഭാവം നിലനിർത്താനുള്ള ഒരു കഴിവിനെയാണ് ക്ഷമ എന്ന് പറയുന്നത്. അതെനിക്കുണ്ടെന്ന് തോന്നുന്നു സത്യമായിട്ട്. ഇനിയും ഇല്ലെങ്കിൽ ഞാനത് നമ്മളിവിടെ പറഞ്ഞു നിർത്തിയ ക്ഷമ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, കാത്തിരിക്കാനുള്ള കഴിവിനെയാണെന്നാണ് എല്ലാവരും ധാരണ. കാത്തിരിക്കാനുള്ള കഴിവല്ല, കാത്തിരിക്കുമ്പോ നല്ല മനോഭാവം നിലനിർത്താനുള്ള ഒരു കഴിവിനെയാണ് ക്ഷമ എന്ന് പറഞ്ഞത്. ആ ക്ഷമ പതുക്കെ പതുക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ക്ഷമ ആട്ടിൻ സൂപ്പിന്റെ ഫലം ചെയ്യുന്ന പറഞ്ഞിട്ടുള്ളത് അല്ലെ. അതുവരെ ഈ ഒരു നമ്മുടെ സുരേന്ദ്രഭട്ട് സാറിനോട് ഒരാൾ ചോദിച്ചു, സുരേന്ദ്രഭട്ട് സാർ ക്ലാസ് എടുത്തപ്പോ ചോദിച്ചു, ഇവിടെ 50 ലക്ഷം, ഇവിടെ 50 ലക്ഷം, അല്ല 50 കോടി, ഇവിടെ 50 കോടി, അല്ലെങ്കിൽ ഇവിടെ 25 കോടി എ സൈഡിൽ, 25 കോടി ബി സൈഡില് വരുമാനം കിട്ടുന്ന പി വി വരുമ്പോ 25 ലക്ഷം വരുന്നു എന്ന് പറഞ്ഞപ്പോ തൊട്ടടുത്തുള്ള ഒരാളെ എനിച്ചെന്നിട്ട് ചോദിച്ചു അദ്ദേഹത്തിനോട്, എന്താ ചോദിച്ചേ, സാറേ ഇവിടെ 25 കോടി, ഇവിടെ 25 കോടി, ഞങ്ങൾ 20,000 ബി വി, 40,000 ബി വി, 70,000 ബി വി ഉണ്ടാക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതന്നെ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനോട് കളിയാക്കിയപ്പോ അദ്ദേഹത്തിനെ തട്ടി, കവളെന്ന് തട്ടിയിട്ട് അദ്ദേഹം പറഞ്ഞത്, സാറേ 25 കോടി ഉണ്ടാക്കാൻ നമുക്ക് പണിയില്ല, പക്ഷെ ഈ 20,000 40,000 ഒക്കെ ഉണ്ടാക്കുന്നതാണ് എന്ത് പണിയുള്ളത്. തുടക്കത്തിലാണ് അതിന്റെ എന്തുള്ളത്, ഇത്തിരി റിസ്ക് ഉള്ളത്. ആ റിസ്ക് നമ്മൾ ടേക്ക് എ റിസ്ക്. പ്രോപ്പർട്ടി ഉണ്ടാവണോ, നമുക്ക് ടേക്ക് എ റിസ്ക് എടുക്കാൻ തയ്യാറാവണം. അതേപോലെ തന്നെ എന്താണ്, നോളജ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ പഠിക്കാൻ തയ്യാറാവണം, സിസ്റ്റത്തെ കുറിച്ച് പഠിക്കണം, ക്ലോസിംഗ് ഡേറ്റിൽ എന്ത് ചെയ്യണം അത് പഠിക്കണം. എല്ലാവരും കൂടി ആ ഒരു ടീമിന്റെ മൊത്തമായിട്ട് ഇരിക്കണം. ഞങ്ങൾ കൊടുങ്ങല്ലൂർ ഇരിക്കാറുണ്ട്. ഞാൻ സജീവ് സാറാണ് വന്നിട്ട് ആങ്ങിന്റെ ഒരു ഷോപ്പിൽ വന്നിട്ട് ഇങ്ങനെ പ്ലാനൊക്കെ വരച്ച് കാണിച്ചു തന്നത്. ഇന്ന അടിയിൽ നിന്നുള്ള ആളുകളെ ഇത്ര ആൾക്കാരെ ബിഗിനർ ആക്കണം, ഇത്ര ആൾക്കാരെ സ്റ്റാർട്ടർ ആക്കാൻ പറ്റും, ഇത്ര ആൾക്കാരെ ഓപ്പണർ ആക്കാൻ പറ്റും, ഇത്ര ആൾക്കാരെ ഈഗിൾ ആക്കാൻ പറ്റും, റണ്ണർ ആക്കാൻ പറ്റും, വിന്നർ ആക്കാൻ പറ്റും, സ്റ്റാർ ആക്കാൻ പറ്റും. അങ്ങനെ പ്ലാൻ ചെയ്ത് നമുക്ക് തന്നു. അങ്ങനെ പ്ലാൻ ചെയ്ത് തന്നതിന് ശേഷം അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ഒരു സ്ഥലത്ത് ക്ലോസിംഗ് ഡേറ്റിന് ഒത്തുകൂടൂ, എല്ലാ ടീം അംഗങ്ങളെയും വിളിച്ചിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു യൂണിറ്റി ഫീൽ ചെയ്യും, ടീമിനോട് കൂടിയിട്ട് ഒരു യൂണിറ്റി. നിങ്ങൾ ഒരുമിച്ച് തീരുമാനം എടുക്കും ടീമുമായിട്ട്. നമ്മുടെ ഒരു കോർ ടീമിനെ നമ്മൾ ഉണ്ടാക്കണം. കോർ ടീം വരുമ്പോ അവരെല്ലാവരും കൂടിയിട്ട്, നമ്മളിപ്പോ ഫുട്ബോൾ കളി കണ്ടിട്ടില്ലേ, 2 ആൾക്കാർ മാത്രം മാറി അല്ലെങ്കിൽ കളിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. എല്ലാവരും 11 പേരുണ്ടെങ്കിൽ ടീമിലത്തെ പ്ലെയർ ആയിട്ട് മാറണം. ടീമിന്റെ ലീഡർ ആണെന്ന് പറഞ്ഞ് അഹങ്കരിച്ച് നടന്നിട്ട് കാര്യമില്ല. ഞാൻ നോട്ട് എ ടീം ലീഡർ, ഐ എം എ പ്ലെയർ. എന്റെ ടീമില് ഞാൻ എല്ലായിടത്തും ഉണ്ട്. ഇന്ന് ഒരു കുഞ്ഞു പോലും തൃപ്രയാറിൽ വന്നിട്ടുള്ള ഒരാൾ പോലും എന്റെ ഹെൽപ്പ് കിട്ടിയിട്ടില്ല എന്ന് പറയില്ല. എല്ലായിടത്തും പോവും, എല്ലായിടത്തേക്കും ചെല്ലും. പിന്നെ ഓരോരുത്തർ പഠിച്ചു. ഇപ്പൊ സുന്ദരൻ സാറിനെ പോലെയുള്ള, ദാസൻ സാറിനെ പോലെയുള്ള, സനൽ സാറിനെ പോലെയുള്ള, സുനിൽ സാറിനെ പോലുള്ള ആളുകളൊക്കെ പഠിച്ചു. മീ മാഡം, അതേപോലെ തന്നെ നമ്മുടെ ജസ്റ്റിൻ സാറ്, അഭിലാഷ് സാറ്, ബൈജു സാറിന് പറയുമ്പോ നമ്മുടെ കൊടുങ്ങല്ലൂരുള്ള HDFC ബാങ്കിലത്തെ അസിസ്റ്റന്റ് മാനേജറാണ്. അദ്ദേഹം ആർസിഎം ചെയ്യുന്നു, അദ്ദേഹം സ്റ്റാർ ആണ്. പെട്ടെന്ന് തന്നെ റോയൽറ്റിയിലേക്ക് കടന്നു വരാനുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും 8 കോടിയുടെ ഇത് കിട്ടിയ അവർക്കൊക്കെ. ആ 8 കോടി കിട്ടിയ സമയത്ത് അതിന്റെ പ്രവർത്തനങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ബാങ്കില്. ടാർജറ്റ്. എന്നിട്ട് പോലും
അദ്ദേഹം RCM ഏറ്റെടുത്ത് ചെയ്യുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ അല്ലേ? നമുക്കിവിടെ ടെൻഷനാണ്, വെറുതെ ആവശ്യമില്ലാത്ത ടെൻഷൻ. ഇതൊന്നും വേണം. ഞാൻ പറയുന്നു, നമ്മൾക്ക് വിജയിക്കാൻ മറ്റു മാർഗങ്ങൾ. സാധാരണക്കാരന്റെ ജീവിതത്തിൽ ജനിച്ചു പോയതുകൊണ്ട് നമുക്കൊന്നും ഒരാളെയും പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ മരിച്ചു പോകുന്നതും സാധാരണക്കാരനായിട്ടാണെങ്കിൽ അത് നമ്മുടെ മാത്രം കുറ്റം. സാധാരണക്കാരനായിട്ട് ഞാൻ പോകുമായിരുന്നു. ഞാൻ എൻ്റെ കാർപ്പൻറ്റർ വർക്ക് എന്ന അവസരത്തെ മുറുകെ പിടിച്ചിരുന്നെങ്കിൽ സാധാരണക്കാരനായിട്ട് ഞാൻ പോകുമായിരുന്നു. എൻ്റെ പെയിന്റിങ് കോൺട്രാക്ടിങ് ആയിട്ടുള്ള വർക്കിനെ ഞാൻ പിടിച്ചിരുന്നെങ്കിൽ സാധാരണക്കാരനായിട്ട് പോകുമായിരുന്നു. ഞാൻ ഓട്ടോറിക്ഷ മാത്രമായിട്ട് കൊണ്ടുപോകുമായിരുന്നു. പക്ഷെ ജന്മസുഹൃതം, ജീവിതത്തിൽ ആരൊക്കെയോ ചെയ്തു വെച്ചൊരു പുണ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് എവിടെ വന്നത്, RCMലേക്ക് വരാൻ കഴിഞ്ഞത്. അങ്ങനെ ഫീൽ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. സോറി, മനസ്സിലായി. അങ്ങനത്തെ ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരുപാട് ആളുകൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്തോ മഹാഭാഗ്യത്തിന് എത്തി. പക്ഷെ വന്നിട്ട് പിന്നെ നമ്മൾ വെറുതെ ഇരിക്കരുത്. അതിനൊരു പ്രിയോറിറ്റി കൊടുക്കണം. പ്രിയോറിറ്റി. അത് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, അതിനൊന്ന് സ്നേഹിക്കണം. ഗിരി സാറും സജി സാറൊക്കെ പണ്ട് പറയാറുണ്ട്, നായ്ക്ക് ചോറ് കൊടുക്കുന്ന സമയത്ത് എല്ലാവരും ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള വേസ്റ്റ് കൊണ്ടു കൊടുക്കുക അല്ലേ? പക്ഷെ നമ്മുടെ വീട്ടിലൊരു ഒരു പുരോഹിതൻ, അല്ലെങ്കിൽ ഒരു നമ്മുടെ പള്ളിയിൽ തച്ചൻ, അല്ലെങ്കിൽ ഒരു തിരുമേനി, അല്ലെങ്കിൽ ഒരു നമ്മുടെ എന്താ പറയാ, ശബരിമലയ്ക്ക് പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഗുരുസ്വാമി, ഇവരൊക്കെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ എല്ലാവരും കഴിച്ചതിന് ശേഷമുള്ള ഭക്ഷണമാണോ കൊടുക്കുക? അല്ല, അവർക്ക് പ്രിയോറിറ്റൈസ് ഉണ്ട് അല്ലെ? അവർക്ക് പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ആദ്യത്തെ ഭക്ഷണം അവർക്കുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ ജോലിക്കും മറ്റുള്ള കാര്യങ്ങൾക്കും എന്തിനും കൊടുക്കുന്ന പ്രിയോറിറ്റി അത് മാറ്റി നിർത്തിക്കൊണ്ട് RCMനെ പ്രിയോറിറ്റി കൊടുക്കണം. ചില ദിവസം ക്ലാസ്സുകളൊക്കെ നടക്കുന്ന സമയത്ത്, ഒരു ദിവസം ക്ലാസ് നടന്നപ്പോ എന്റെ മാമന്റെ മകൻ സൂയിസൈഡ് ചെയ്തു. പക്ഷെ എനിക്ക് RCMൽ ഒരുപാട് ആളുകൾ വിളിച്ചു വരുത്തിയൊരു ക്ലാസ് ആയിരുന്നു. പക്ഷെ എനിക്ക് അങ്ങോട്ട് പോയിട്ട് പെട്ടെന്ന് പോരേണ്ടി വന്നു, എവിടേക്ക്, ക്ലാസ്സിന് വേണ്ടി. പക്ഷെ എനിക്ക് പ്രിയോറിറ്റി അവിടെ കൊടുക്കേണ്ടി വന്നു. ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ കൂടെ നിൽക്കാനാണ് ഇഷ്ടം. ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് ക്ലാസ്സുകൾ കൊടുക്കുമ്പോഴാണ്. ഓരോ സ്ഥലത്ത് ക്ലാസ്സുകൾ ഇങ്ങനെ കൊടുക്കുമ്പോ ഞാൻ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട്. അതെനിക്ക് സന്തോഷം തന്നെയാണ്. ഒരു സമയത്ത് അഷ്കർ എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ട് ചാവക്കാട്. അവരുടെ വീട്ടിൽ ക്ലാസ് കൊടുത്തപ്പോ ഒരു ബന്ധു, ഒരു ഉമ്മ വന്നിട്ട് പറഞ്ഞു, മോനെ, മരുവൾക്ക് കുട്ടികളൊന്നുമില്ല, അതിൽ നിന്നിട്ട് പറഞ്ഞില്ല ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെന്ന്, ഒന്ന് വിശദീകരിച്ച് തരുമോ മോനെ, അത് കഴിച്ചോണ്ട് വല്ല പ്രശ്നമുണ്ടോ, വല്ല സൈഡ് എഫക്റ്റ് ഉണ്ടോ ഉണ്ണിയെ എന്നൊക്കെ ചോദിച്ചപ്പോ പറഞ്ഞു, ഇല്ല ഉമ്മ, ഒരു പ്രശ്നമില്ല, ഇത് നിങ്ങൾ കഴിച്ചോളൂ, മോൾക്ക് കൊടുത്തോളൂ. അവര് രണ്ടുപേരും കഴിച്ചു. അവർക്ക് ഇന്ന് 6 മാസം അവര് പ്രഗ്നൻസി. ഒന്ന് ആലോചിച്ചു. എത്രയോ ആളുകള്, എറണാകുളത്ത് ഒരു അശ്വതി എന്ന് പറഞ്ഞിട്ടൊരു മാഡം, അശ്വിനി ഒരു മാഡം ഉണ്ട്, അതൊരു പെൺകുട്ടിയാ. ചെറുകുടലിന്റെ വൻകുടലിന്റെ ഇടയിൽ ചെറിയൊരു പ്രോബ്ലം. അവർക്ക് 8 ആഴ്ച കൂടുമ്പോ ഏകദേശം 50,000 രൂപ വരെ ഇഞ്ചക്ഷൻ ചെയ്യണം. അവര് ഈ സമയത്ത് 50,000 രൂപ വരെ ഇഞ്ചക്ഷൻ ചെയ്യലും മാത്രമല്ല, ആ സമയത്ത് അവർ എന്ത് ചെയ്തു, അവർക്ക് 10-20,000 രൂപ എക്സ്ട്രാ ചെലവും വരും. ഒരു 8 ആഴ്ച കഴിയുമ്പോൾ 70,000 രൂപ ചെലവ്. ഓരോ സ്ഥലങ്ങളും വിറ്റു തീർത്തു. അവരച്ഛൻ പണിയെടുക്കുന്നത് ഇവരുടെ മക്കളുടെ മകളുടെ ഈ ആരോഗ്യം ഇത് ജീവിതകാലം മുഴുവനും ചെയ്യണം. ഈ സമയത്താണ് എറണാകുളത്തുള്ള ഒരു രശ്മിയോട് അവരെ വീട്ടിൽ പോവുകയും നമ്മുടെ RCMന്റെ മഹത്വം ഒന്ന് പറഞ്ഞു കൊടുത്തു. ഡോക്ടർ രാജൻ സാർ തൃപ്രയാർ വരുന്നുണ്ടെന്ന് പറഞ്ഞു. തൃപ്രയാർക്ക് അവരെയും കൊണ്ടുവന്നു. ഡോക്ടർ രാജൻ സാർ കുറച്ച് നമ്മുടെ ടാബ്ലറ്റുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തു. അവർ പോയി അത് ഉപയോഗിച്ചു. ഇന്ന് അവർക്ക് ആ ഇഞ്ചക്ഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ദിവസം അവരെ വീട്ടിൽ പോയപ്പോ അവരെ അമ്മ വന്നിട്ട് തന്നെ ഓടി വന്നിട്ട് എന്റെ അടുത്തേക്ക് വന്നിട്ട്, മോനെ, ആ സ്ഥലം ഇല്ലടാ ഉണ്ണിയെ, അപ്പുറത്ത് കിടക്കുന്ന സ്ഥലം, ആ സ്ഥലം എന്റെ മോൾക്ക് വേണ്ടിയിട്ട് വിൽക്കാൻ വേണ്ടി വെച്ചിരുന്നതാ, അത് വിൽക്കേണ്ടി വന്നില്ലടാ ഉണ്ണിയെ. ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മളതിന് പ്രിയോറിറ്റി കൊടുക്കൂ. RCMന് അതിന് സ്നേഹിക്കൂ. എനിക്ക് അത്രേ പറയാനുള്ളൂ. അതൊരു മഹത്തരമായിട്ടുള്ള ഒരു സംവിധാനമാണ് RCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. RCM നമ്മുടെ കയ്യിൽ കിട്ടിയത് എന്തോ സുഹൃത്താണ്. അതുകൊണ്ട് അതിനൊരു സ്നേഹത്തോട് കൂടിയിട്ട് കാണും. അതുകൊണ്ട് ഞാൻ അതിന് സ്നേഹത്തോട് കൂടിയിട്ട് എന്നെ കണ്ടത്.
അച്ചീവ്മെന്റ് ആവുന്നതല്ല, ആവും, അതായി പോകുന്നതാണ് അച്ചീവ്മെന്റ്. അല്ലാതെ അച്ചീവ്മെന്റ് വെറുതെ വരുന്നതല്ല. അച്ചീവ്മെന്റ് നമ്മൾ ആ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോ അത് ഓട്ടോമാറ്റിക്കലി അത് ആയി പോകുന്നതാണ് അത് അച്ചീവ്മെന്റ് ഒക്കെ. നെല്ല് കുത്തിക്കാൻ പോകുമ്പോ തവിടിന് വേണ്ടിയിട്ട് ആരും നമ്മൾ നെല്ല് കുത്തിക്കാറില്ല. തവിടിന് വേണ്ടിയിട്ട് ആരെങ്കിലും നെല്ല് കുത്തിക്കോ? ഇല്ല. തവിട് ഒരു സൈഡിൽ കൂടെ വരുന്നതാ. ഈ നന്മ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്, അതിന്റെ ബൈ പ്രൊഡക്റ്റ് ആണ് എന്ത്? മണി. മനസ്സിലായോ? എന്താണ് ബൈ പ്രൊഡക്റ്റ്? ഈ നന്മ ചെയ്യുമ്പോ അതിന്റെ ബൈ പ്രൊഡക്റ്റ്. എത്രയോ ആളുകളുടെ ആരോഗ്യം സംരക്ഷിക്കും, എത്രയോ ആളുകൾക്ക് വരുമാനം കിട്ടുന്നു. നമ്മ അതിന്റെ ഒരു ഭാഗമായിട്ട് മാറും. നമ്മളൊരു തൊഴില് അന്വേഷകനാവുകയല്ല വേണ്ടത്, തൊഴിൽ ദാതാവായിട്ട് മാറുകയാണ്. നമ്മൾ എന്തൊക്കെ പഠിച്ചു? പേഴ്സണൽ ഡെവലപ്മെന്റ് പഠിച്ചു, സ്കിൽ, നമ്മുടെ മണി മാനേജ്മെന്റ് പഠിച്ചു. അതുപോലെ തന്നെ ടൈം സ്പെൻഡ് വിത്ത് ഫാമിലി. ആർക്കാണ് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത്? ഫാമിലിയുമായിട്ട്. ജീവിക്കാൻ വേണ്ടി തൊഴിലെടുക്കുന്നു അല്ലെ? അത് തൊഴിലെടുക്കാൻ വേണ്ടി ജീവിക്കുകയാണ് ചെയ്യുന്ന ആൾക്കാർ. തൊഴിലെടുക്കാൻ വേണ്ടി ജീവിക്കുകയാണ്. ഒരാൾ പോലും ജീവിക്കുന്നില്ല. ജീവിക്കും എന്ന് പറഞ്ഞിട്ട് ജീവിക്കുകയാണ്, പക്ഷെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ സ്വന്തം ഒരു ജീവിതമില്ല. പണിയെടുക്കാൻ വേണ്ടി, എന്നിട്ട് പിന്നെ റെഡിയാക്കാൻ വേണ്ടി. അപ്പോഴത്തേനും വേറെ പ്രശ്നം വന്നു. ഈ പ്രശ്നങ്ങളാണ്. അപ്പൊ എത്ര ആളുകൾക്ക് ആ സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും നമുക്ക്? സെക്യൂരിറ്റി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും നമുക്ക്? റോയൽറ്റി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നുണ്ട് നമുക്ക്, അല്ലേ? ഇതൊക്കെ നമ്മളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമ്മളിലൂടെ അനേകം കുടുംബങ്ങളും രക്ഷപ്പെടും. അങ്ങനെ ഒരു തീരുമാനം എടുത്തതാണ്. അതിനെന്നെ പ്രേരിപ്പിച്ച സജീവ് സാറ്, ഗിരീഷ് സാറ്, ഡോക്ടർ രാജൻ സാറ്, മൂർത്തി സാറ്, ഗോപകുമാർ സാറ്, കേരളത്തിലെ എല്ലാ ലീഡേഴ്സും അതിന്റെ ഭാഗമാക്കായിട്ടുണ്ട്. കാരണം എല്ലായിടത്തും പ്രോഗ്രാമിന് ഞാൻ പോയിട്ടുണ്ട്. ഞാൻ പറയുന്നത്, ഞാൻ ഒരിക്കലും എന്താവും? സ്റ്റാർ ഡയമണ്ട് ആയി. എന്റെ ടീമിലുള്ള ആളുകളെ മൊത്തം ഞാൻ അച്ചീവ്മെന്റിലേക്ക് ഞാൻ കൊണ്ടുവരും. ആരൊക്കെ കൈ ഷിവറിങ് ഇല്ലാതെ പിടിച്ചിട്ടുണ്ടോ അവരൊക്കെ ഞാൻ വിജയിപ്പിച്ചിരുന്നു. ഒരു ഉറച്ച തീരുമാനം എടുക്കും. നമുക്ക് വേണ്ടി ആർസ്യം ചെയ്യണ്ട, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മറ്റുള്ളവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. നല്ലൊരു ദിവസം, ഒരു എന്താ പറയാ, ക്ലോസിംഗ് ഡേറ്റ്, ഈ മാസത്തെ ബെനിഫിറ്റുകൾ നമുക്ക് കിട്ടേണ്ട ഡേറ്റ്. എല്ലാവരും ഒത്തുകൂടുന്ന ഒരു രീതിയിലാണെന്ന് എനിക്കറിയാം. ഇനി അങ്ങനെ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ എല്ലാവരും ഒത്തുകൂടുക, ഒരു സ്ഥലത്ത് ഒത്തുകൂടുക, ഒരു യൂണിറ്റി ഫീൽ ചെയ്യും. കോർ ടീമിനെ എല്ലാവരും വിളിക്കുക, എന്നിട്ട് അവരവരുടെ ടീമുമായിട്ട് ഒന്ന് ചർച്ച ചെയ്യുക. ആരെങ്കിലും ബിഗിനറിലേക്ക് വരാനുണ്ടോ? ആരെങ്കിലും ഓപ്പണറിലേക്ക് വരാനുണ്ടോ? ആരെങ്കിലും നമ്മുടെ ഈഗിളിലേക്കോ റണ്ണറിലേക്കോ ഒക്കെ വരാനുണ്ടോ? ഒരാളുടെ ചെറിയൊരു PV പോയ നമ്മുടെ ആ ഒരു ശ്രദ്ധ, ഒരു കോൺസെൻട്രേഷൻ നമ്മുടെ നഷ്ടപ്പെടാൻ പാടില്ല. എല്ലായിടത്തേക്കും നമ്മുടെ കോൺസെൻട്രേഷൻ വേണം, എല്ലായിടത്തേക്കും വേണം. ശ്രദ്ധിക്കുക. അതിനനുസരിച്ച് നമ്മൾ ഓരോരുത്തരെയും ലെവൽ അപ്പ് ചെയ്തുകൊണ്ട് അവരൊക്കെ വിജയിപ്പിച്ച് RCM വന്ന് തുടക്ക സമയത്ത് ഒരു 56 രൂപയാണ് എനിക്ക് കിട്ടിയത്. പക്ഷെ എന്റെ ഹയസ്റ്റ് ഇൻകം എനിക്ക് 1,85,000 രൂപ എനിക്ക് വന്നിട്ടുണ്ട്. മനസ്സിലായോ? ആ ഒരു 1,85,000 വന്ന മാസത്തില് 10,000 രൂപ ഞാൻ ഗവൺമെന്റിലേക്ക് ടാക്സ് കൊടുത്തു. ഒന്ന് ആലോചിച്ച് നോക്കുക, 10,000 രൂപ കിട്ടാൻ വേണ്ടി എത്രയോ ആളുകള് സാധാരണ ജോലി ചെയ്യുന്നുണ്ട്. ഒരു സാധാരണ തുണിക്കടയിലൊക്കെ ലേഡീസ് പോയിട്ട് വർക്ക് ചെയ്യുന്നത് എത്ര മണിക്കൂറാണെന്നറിയും? 7,000 രൂപ, 6,000 രൂപ, 9,000, 8,000 രൂപയ്ക്കൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ടാക്സ് കൊടുക്കുന്ന രീതിയിലേക്കായിട്ട് മാറി നമ്മളൊക്കെ. മനസ്സിലായോ? ഓരോ ടാക്സ് കൊടുക്കുന്ന ആളുകളും രാജ്യത്തിന്റെ പുരോഗതിയിലേക്ക് വെളിച്ചം വീശുന്നവരാണ്. ഞാൻ പറയുന്നു, നമ്മുടെ ഈ ക്ലോസിംഗ് ഡേറ്റ്, നമ്മുടെ വിജയത്തെ നമ്മൾ ഉറപ്പിക്കുക. ഞാൻ പറയുന്നത് വിജയത്തെ ഉറപ്പിക്കണം നമ്മള്. ഇതല്ലാതെ വേറെ ഓപ്ഷൻ നമുക്കില്ല. ആരോഗ്യം കിട്ടുന്ന, പ്രോപ്പർട്ടി ഉണ്ടാക്കാൻ പറ്റുന്ന, നല്ല നല്ല സെറ്റപ്പിൽ നടക്കാൻ പറ്റുന്ന, എന്റെയൊക്കെ ഒരു വേഷം കണ്ടു. ഈ വേഷത്തിലല്ല പല ഓട്ടോറിക്ഷക്കാരും വണ്ടി എടുക്കുന്നത്, അല്ലെ? ശരിയല്ലേ? പക്ഷെ ഞാൻ മാറി. ഇനി ഒരു സാധാരണ ഒരു ഓട്ടോറിക്ഷക്കാരനായിട്ട് എനിക്ക് ഒരിക്കലും ഒരു സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല. ഞാൻ മാറി. ഞാൻ ട്രെയിനിങ് കൊടുക്കുന്ന ആളായിട്ട് മാറി. ഐ ആം എ ട്രെയിനർ എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നുണ്ട്. ആയിരിക്കും, ഇനിയും കുറവുകളുണ്ട്. പഠിക്കണം, ഇനിയും പഠിച്ചുകൊണ്ടിരിക്കണം. അതിന് എന്റെ മെന്റേഴ്സ് ഉണ്ട് എനിക്ക്. അവരെ വാക്കുകൾ കേട്ട് ഞാൻ ഇനിയും മുന്നോട്ട് പോകാൻ ഞാൻ തയ്യാറാണ്, അല്ലെ? അതിനുള്ള ഒരു ഐഡിയാസ്, അതിനുള്ള രീതികൾ നമ്മൾ പഠിക്കുന്നു. ഒരിക്കലും ഒരു ഐൻസ്റ്റീൻ ക്ലാസ്സുകൾ ഇങ്ങനെ, പ്രഭാഷണങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക. ഒരു കഥയിലൂടെ നമുക്ക് നിർത്താം.
ഐൻസ്റ്റീൻ ഇങ്ങനെ ക്ലാസ്സുകളും പ്രഭാഷണങ്ങളും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് ഇങ്ങനെ എല്ലാ ദിവസവും ക്ലാസ്സുകളാണ്. ആ ക്ലാസ്സുകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഐൻസ്റ്റീൻ ഒരു ദിവസം ഒരു ക്ലാസ്സും കൂടെ ബാക്കിയുണ്ട്. പക്ഷെ ഐൻസ്റ്റീന് തീരെ വയ്യാണ്ടായി. അന്നത്തെ ദിവസം ക്ലാസ് എടുക്കാൻ തളർന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് സ്ഥിരമായി കൊണ്ടുപോകുന്ന ഡ്രൈവർ ഉണ്ടായിരുന്നു. ആ ഡ്രൈവർ ചോദിച്ചു, എന്താ സാർ ഇങ്ങനെ വയ്യാതിരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ഇനി ഒരു അടി അനങ്ങാൻ എനിക്ക് പറ്റില്ല, ക്ലാസ് എടുക്കാനും പറ്റില്ല, പക്ഷെ ക്ലാസ് നടക്കുകയും വേണം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്തു അദ്ദേഹം പറഞ്ഞു, ഞാൻ ക്ലാസ് കൊടുക്കട്ടെ സാറേ എന്ന് ചോദിച്ചപ്പോ, നീയോ ക്ലാസ് കൊടുക്കണത്? അല്ല സാറേ, ഇത്രയും നാളുകളായിട്ട് സാറിന്റെ കൂടെ ഞാൻ നടക്കുന്നില്ലേ, അതുകൊണ്ട് എനിക്കും ക്ലാസ് കൊടുക്കാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഈ അവസ്ഥയിൽ അങ്ങുന്നിനെ ഈ സ്ഥലത്തേക്ക് കൊണ്ട് ചെല്ലാനായിട്ട് വേണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ ഒരു കാര്യം ചെയ്യൂ. അപ്പൊ കുറെ നേരം പറഞ്ഞപ്പോ ആളും വിചാരിച്ചു, എന്നാൽ ഇവൻ പോയിട്ട് ഒരു ക്ലാസ് എടുക്കട്ടെ പോയിട്ട്. അങ്ങനെ ആ സ്ഥലത്ത് പോയിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു, അടിപൊളി ക്ലാസ് കൊടുത്തു. അതിനുശേഷം സംഘാടകർ പതുക്കെ വിളിച്ചു പറഞ്ഞു, ക്ലാസ് അടിപൊളി ക്ലാസ് ആയിരുന്നു, ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആർക്ക് ചോദിക്കാം? നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചോദിക്കാം. അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു ഇത് തോന്നി പെട്ടെന്ന്, അയ്യോ, സംശയം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ അറിയില്ലല്ലോ. ഇതൊക്കെ കേട്ടുകൊണ്ട് കാറിൽ ഐൻസ്റ്റീൻ ഇരിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ കോട്ടൊക്കെ ഇട്ടിട്ട് ഐൻസ്റ്റീനെ ഇവർ കണ്ടിട്ടില്ല. ആ ക്ലാസ് നടത്തുന്ന ആളുകൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ ഐൻസ്റ്റീൻ ഇപ്പൊ ഇദ്ദേഹത്തിനോട് ചോദ്യം ചോദിച്ചു. ഒരു കടുകട്ടിയായിട്ടുള്ള ഒരു ചോദ്യമാണ് ഈ നമ്മുടെ ഡ്രൈവറോട് ചോദിച്ചത്, ഒരാൾ എനിക്ക് നിന്ന്. പക്ഷെ ആ ഡ്രൈവർക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളിലൊന്നും കാര്യമില്ല, ഇതൊക്കെ സിമ്പിൾ ചോദ്യങ്ങളാണ്, അതൊക്കെ എന്റെ ഡ്രൈവർ ആർക്ക് പറഞ്ഞു തരും? നിങ്ങൾക്ക് പറഞ്ഞു തരും. ആ ഇടിയിക്കുന്ന ഡ്രൈവർ ഉണ്ടല്ലോ, അദ്ദേഹം പറഞ്ഞു തരും. ആ സമയത്ത് ഒരു ചെറു പുഞ്ചിരിയോട് കൂടിയിട്ട് ഐൻസ്റ്റീൻ വന്നിട്ട് ആ സംശയങ്ങളൊക്കെ നിവാരണം ചെയ്തു എന്നാണ് കഥ. മനസ്സിലായി? എന്ത് പ്രശ്നങ്ങൾ നമുക്ക് വന്നു പെട്ടാൽ അതിനെ ശരിയായ രീതിയിൽ നമുക്കത് കറക്റ്റ് ചെയ്യാനായിട്ട് ആർക്ക് പറ്റണം? നമ്മൾ ഓരോരുത്തർക്കും. നമ്മുടെ ടീമിൽ ഒരുപാട് ആളുകൾ വരും. ഒരുപാട് ഇപ്പൊ കുറെ ലീഡേഴ്സ് നമുക്കുണ്ട്, മെന്റർമാരുണ്ട്. അവരെന്നും വന്നിട്ട് നമുക്ക് ക്ലാസ് തരില്ല. നമ്മൾ ഏറ്റെടുക്കുക, സ്വയം ഏറ്റെടുക്കുക. ഞാൻ ചെയ്യാം സാറേ, ഞാൻ ചെയ്യാം. ക്ലോസിംഗ് ഡേറ്റിന് ഞാൻ എന്തായാലും ഇനി ഞാൻ വീട്ടിലിരിക്കില്ല, എന്റെ ടീമിന്റെ അടുത്തേക്ക് ഞാൻ പോകും. അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ഞാൻ കൊടുക്കും, അവർക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കും. ഒരിക്കലും ഞാൻ ഇനി വീട്ടിലിരിക്കില്ല. എന്റെ എല്ലാ ലീഡേഴ്സിനും വിളിച്ച് ഒത്തുകൂടുന്ന ഒരു സ്ഥലത്തേക്ക് ഞാൻ കൊണ്ടുവരും. എന്നിട്ട് അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കും. ഒരു 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 PV-യുടെ വ്യത്യാസത്തിൽ പോലും ഒരാൾക്ക് നഷ്ടപ്പെടരുത്. അനാവശ്യമായിട്ടുള്ള ഒരാൾക്ക് പോലും പൈസ കിട്ടരുത്. നമുക്ക് ചെയ്യുന്ന ആളുകൾക്ക് പൈസ മേടിച്ചു കൊടുക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറി ആ ശ്രദ്ധ എവിടെയെങ്കിലും എഴുതി വെക്കുക. ഒരു പുസ്തകത്തിൽ നമ്മുടെ PV ഒക്കെ എഴുതി വെക്കുക. എസ് സൈഡിൽ ഇത്ര PV ഉണ്ട്, ബി സൈഡിൽ ഇത്ര PV ഉണ്ട്, ഇന്ന ആൾക്ക് ഇത്ര വന്നു കഴിഞ്ഞാൽ ഇത്ര PV കുറവുണ്ട്, അതുകൊണ്ട് ഇത്ര ചെയ്യണം എന്ന് പറഞ്ഞു വിളിച്ചു. ഞാൻ ഇന്ന് എത്രയോ ആളുകളെ ഞാൻ വിളിച്ചു, ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഞാൻ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, സാറേ ഇത് 5000-ന്റെ ഇതിൽ നിന്ന് കുറച്ച് കുറവുണ്ടല്ലോ, ഒരു 150 PV കുറവുണ്ടല്ലോ, അതും കൂടി ചെയ്തോളൂ സാറേ. ആ ശ്രദ്ധ തെറ്റിപ്പോയി കഴിഞ്ഞാൽ അവർക്ക് നല്ല പൈസ നഷ്ടപ്പെടും. നല്ലൊരു എന്താ പറയാ മെന്റർഷിപ്പാണ് ഗിരീഷ് സാറിന്റെ, സജീവ് സാറിന്റെ ഒക്കെ. ഗിരീഷ് സാറിന്റെ അടുത്ത് ചെന്നപ്പോ ഇന്ന കാര്യം എന്നെ തിരുത്തി തന്നു അദ്ദേഹം. 4 മണിക്കൂർ ഞാൻ എന്റെ മെന്റർ അടുത്ത് പോയിട്ട് മിണ്ടാതിരുന്നു. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു. 4 മണിക്കൂറാ ഗിരീഷ് സാറിന്റെ അടുത്ത് ഇരുന്നത്. അപ്പോഴാണ് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലായത്. ഞാൻ തയ്യാറാണ്. എന്റെ ലീഡേഴ്സ് എന്നെ തിരുത്തുന്നതും എന്നെ ഗുണദോഷിക്കുന്നതും എനിക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ തരുന്നതും ഒക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അവര് ചീത്ത പറഞ്ഞാലും ഇവൻ അവര് എന്താ പറയാ വടിയെടുത്ത് തല്ലിയാലും എന്നെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ലേ. ഞാനെന്ന് പറയുന്നത് ഒരു വലിയൊരു ടീമിനെ നയിക്കാനുള്ള വ്യക്തിത്വങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. അവർക്ക് കുറവുകളില്ലാതെ നമ്മൾ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ അത്തരം ടീമുകളെ നമുക്ക് നയിക്കാനായിട്ട് പറ്റൂ. അത് കമ്പനിയുടെ അറിവുകളായിക്കോട്ടെ, പ്രൊഡക്റ്റിലുള്ള അറിവായിക്കോട്ടെ, സിസ്റ്റം എങ്ങനെ പാലിക്കുന്നു എന്നുള്ള അറിവുകളായിക്കോട്ടെ, അതിന്റെ കമ്മീഷൻ സ്ലാബുകളായിക്കോട്ടെ, അതിൽ വരുന്ന ഓരോ കാര്യങ്ങളും വ്യക്തതയോടുകൂടി പഠിക്കുന്ന നല്ല ചുണക്കുട്ടന്മാരായിട്ട് നമ്മുടെ ടീമിനെ നയിക്കുന്ന നല്ലൊരു ടീമിനെ നയിക്കണം. ക്വാളിറ്റി ഉള്ള ടീമിനെ നയിക്കണമെങ്കിൽ നമ്മൾ മാസ്റ്റർ കോപ്പി ആയിട്ട് മാറും. അല്ലെ? ഒരു മാസ്റ്റർ കോപ്പി വെച്ച് കഴിഞ്ഞാലല്ലേ ഡ്യൂപ്ലിക്കേറ്റ് അതേപോലെ തന്നെ വരുള്ളൂ, അതിന്റെ പോലെ തന്നെ വരുള്ളൂ. മാസ്റ്റർ കോപ്പി കേടായാലോ? അപ്പൊ നമ്മൾ നല്ല മാസ്റ്റർ കോപ്പി ആയിട്ട് മാറും. സിമ്പിളാണ് ആശയം. ഞാൻ സാധാരണ ലെവലിൽ നിന്ന് വന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ
എനിക്കതൊരു വലിയൊരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സിമ്പിളാണ് ആശയം. പിന്നെ പല ആൾക്കാരും നമ്മളോട് വിട്ടുപോകും അല്ലെ. ഇതിപ്പോ പറഞ്ഞ പോലെ ഒരു ലക്ഷ്യത്തിലേക്കുള്ള ഓട്ടം തുടങ്ങിയാൽ ഇടയ്ക്ക് നിൽക്കരുത്. ഞാൻ എഴുതി വെച്ചൊരു പോലെ, ലക്ഷ്യത്തിലേക്കുള്ള ഓട്ടം തുടങ്ങിയാൽ ഇടയ്ക്ക് വെച്ച് നിൽക്കരുത്. ഒരേ ലക്ഷ്യത്തോടൊപ്പം കൂടിയ പലരും ഇടയ്ക്ക് ഇറങ്ങിപ്പോവും. ഒരേ ലക്ഷ്യത്തോടു കൂടി ഒപ്പം കൂടിയ പലരും ഇടയ്ക്ക് ഇറങ്ങിപ്പോവും. വേറെ ലക്ഷ്യത്തോടു കൂടി പലരും നമ്മുടെ കൂടെ കൂടും. അവർ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകും. ലക്ഷ്യത്തിലോട്ടുള്ള നമ്മുടെ മാർഗം നമ്മുടെ മാത്രമാണ്. ലക്ഷ്യത്തിലോട്ടുള്ള മാർഗം നമ്മുടെ മാത്രമാണ്. നമ്മൾ ലക്ഷ്യം തീരുമാനിച്ചു കഴിഞ്ഞു. സ്റ്റാർ ഡയമണ്ട് എന്ന് പറഞ്ഞാൽ ലക്ഷ്യം തീരുമാനിച്ചു കഴിഞ്ഞു. 21 പടികളും നമ്മൾ കടക്കും. 21 പടികളും നമ്മൾ കടക്കും. ദരിദ്രമായിട്ടുള്ള ചിന്താഗതികളെ നമ്മുടെ മനസ്സിൽ നിന്ന് വിട്ടുകളയുക. സമ്പന്ന ചിന്താഗതികളിലേക്ക് ഞാൻ എന്തായാലും പൈസ ഉണ്ടാക്കിയിരിക്കും, ഞാൻ എന്തായാലും നല്ലൊരു ലീഡർ ആയിരിക്കും, ഞാൻ എന്തായാലും നല്ലൊരു ടീമിനെ നയിച്ചിരിക്കും. അങ്ങനെയുള്ള ഒരു പവർഫുൾ പവർ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും എപ്പോഴും. അല്ലാണ്ട് എനിക്ക് അവിടെ പൈസ ഇല്ല, ഇവിടെ പൈസ ഇല്ല, എനിക്ക് അതാണ്, അവൻ അങ്ങനെ പറഞ്ഞു, ഇവൻ ഇങ്ങനെ പറഞ്ഞു, അതൊക്കെ വിട്ടോളൂ. നെഗറ്റീവ് മെസ്സേജ് തന്നു കഴിഞ്ഞാൽ അന്നേരം അയാളെ കട്ട് ചെയ്ത് കളയുന്നതാണ് രാജൻ സാർ ഒരിക്കൽ പറഞ്ഞത്. ഒരു നെഗറ്റീവ് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ആ സമയത്ത് ആളുടെ നമ്പർ വരെ കട്ട് ചെയ്ത് കളയുന്നു. നെഗറ്റീവ് ആളുകൾ വേണ്ട, നമുക്ക് പോസിറ്റീവ് ചിന്തിക്കുന്ന ആളുകൾ മാത്രം മതി. ബിക്കോസ് നമുക്ക് വിജയിക്കണം, വിജയിച്ചേ മതിയാവൂ. ഈ ലോകത്തുനിന്ന് നമ്മൾ വിട പറഞ്ഞു പോകും മുൻപ് നമ്മൾ സന്തോഷിച്ചിട്ടും ആനന്ദിച്ചിട്ടും തന്നെ നമ്മൾ ഈ ലോകത്തിന് വിട പറയുള്ളൂ. അല്ലെ? റെഡിയാണോ നിങ്ങൾ ഓരോരുത്തരും? റെഡിയാണോ? അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഒരു ക്ലോസിങ്ങിനെ അതിമനോഹരമാക്കുക. എല്ലാവർക്കും വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസകളോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ആർച്യം, ജയ് ഹിന്ദ്. താങ്ക് യു.